വിഷയാവതരണത്തിന് ഈ സന്ദർഭം സമുചിതമാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ട വിഷയം അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഖുർആനിലൂടെ എന്നുള്ളതാണ്. ഈ ഖുർആൻ സ്റ്റഡി സെന്ററും ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് അവറുകളുടെ പ്രഭാഷണം ആണ് ഈ സ്റ്റഡി സെന്റർ നടത്തി വന്നിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, 10 വർഷങ്ങളായി. കൈരളിക്കേറെ സുപരിചിതനും അതുപോലെ തന്നെ പാണ്ഡിത്യത്തിന്റെ നിറകുടവും എന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാൻ സർവഥാ യോഗ്യനായ യുവ പണ്ഡിതൻ ബഹുമാന്യനായ റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിന്റെ പ്രഭാഷണം ഞങ്ങളുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഞങ്ങളൊക്കെ പോയിരുന്ന് ശ്രോതാക്കളായി കേൾക്കുന്നവരാണ്. എന്റെ വീടിന്റെ മുറ്റത്ത് തൊടുപുഴയിൽ കാരിക്കോട് നൈനാറുപള്ളിയുടെ വിശാലമായ ഹാളിൽ അദ്ദേഹം എല്ലാ മാസവും വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം പണ്ഡിത പാമര ഭേദമന്യേ മുസ്ലിം ജനത സാഗൂതം കാതോർക്കുന്ന സമുജ്വലമായ ഒരു പ്രഭാഷണ ശൈലിയുടെ ഇതിലെല്ലാം ഉപരി സമുന്നതമായ പാണ്ഡിത്യത്തിന്റെ ഉടമയായ ബഹുമാന്യനായ റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് അവറുകൾ നയിച്ചു വന്ന ഒരു പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ആണ് ഈ വിനീതൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അഭിമാനം എനിക്കുണ്ട് എന്നതോടൊപ്പം തന്നെ ആശങ്കയുമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതുമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവന്റെ ദീനിന്റെ പേരിൽ ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ ഒരുമിക്കാൻ, ഇൽമിന്റെ പേരിൽ ഇങ്ങനെ സമ്മേളിക്കാൻ റബ്ബ് തആല നമുക്ക് തരുന്ന ഭാഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ പറയുകയുണ്ടായല്ലോ, മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നഹ് ഔ കമാ ഖാല റസൂലുഹുൽ മുസ്തഫൽ കരീം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? ഇൽമിന്റെ സദസ് സ്വർഗത്തിന്റെ ഈ ഭൂമിയിലെ പൂന്തോപ്പുകളിൽ ഒന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഒരു ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ ഇരുന്ന് നമ്മൾ ആ ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് നമ്മിലേക്ക് പകർന്നു നൽകപ്പെടുന്ന ആ വിജ്ഞാനം നമ്മൾ അനുഭവിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് ആ വിജ്ഞാനത്തിന്റെ കൊള്ളിയാനുകൾ അല്ലെങ്കിൽ മിന്നൽ പിണറുകൾ നാം അറിയാതെ നമ്മുടെ ആസ്വാദന മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ മനസ്സിന്റെ അഗാധതകളിലേക്ക് ആണ്ടിറങ്ങുമ്പോൾ, ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന, അലോസരപ്പെടുത്തുന്ന എത്രയോ ചിന്തകൾക്ക്, പ്രയാസങ്ങൾക്ക്, ആകുലതകൾക്ക്, വ്യാധികൾക്ക് പരിഹാരമായി പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഊറിയിറങ്ങുന്ന പണ്ഡിത മഹത്തുക്കളുടെ വചസ്സുകൾ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഒരുപക്ഷെ ജീവിതത്തിന്റെ അന്ന് വരെ നാം അഭിമുഖീകരിച്ച ഏതെങ്കിലും ഒരു വലിയ സമസ്യയുടെ ഉത്തരമായി ചിലപ്പോൾ അത് പരിണമിച്ചു പോകാറുണ്ട്. അതുവരെ അവനെ അലട്ടിയ പ്രശ്നങ്ങൾ, അതുവരെ അവനെ ചിന്താക്കുഴപ്പത്തിലാക്കിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പലപ്പോഴും അവനെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളഞ്ഞ അവന്റെ മനസ്സിന്റെ ഉള്ളില് പലപ്പോഴും കടന്നു വന്നുകൊണ്ടിരുന്ന പൈശാചികമായ ദുർബോധനങ്ങൾ, അതൊക്കെ മറുമരുന്നായി, അതിനൊക്കെ ഉത്തരമായി തീരാൻ കെൽപ്പുള്ള അർത്ഥവത്തായ വർത്തമാനങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു വിശ്വാസി, ഒരു ഭക്തൻ, ഒരു ബുദ്ധിമാൻ അവന്റെ മനസ്സിൽ, മസ്തിഷ്കത്തിൽ അനുഭവിക്കുന്ന ആ അനുഭൂതിക്ക് സ്വർഗീയമായ ഒരു സുഖമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ അനുഭവിച്ചു പോകാറുണ്ട്, അല്ലേ? നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഉസ്താദുമാരുടെ ഒക്കെ സദസ്സിൽ നമ്മളിങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇതല്ലേ സ്വർഗം, ഇത്തരം അറിവുകൾ നമ്മുടെ മനസ്സിൽ ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തിലിരിക്കുന്നുവോ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്, അല്ലേ? അങ്ങനെ ഒരനുഭവം നിങ്ങൾക്ക് ഈ ലോകത്ത് സമ്മാനിക്കാൻ കഴിയുന്നത് ഇൽമിന്റെ മജ്ലിസുകൾക്കല്ലാതെ മറ്റൊന്നിനുമല്ലെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഇത്തരം സദസ്സുകൾ അത് നമുക്കെന്നും ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗീയമായ അനുഭൂതികൾ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ വാരി നിറച്ച് തരുന്ന അത്തരം സദസ്സുകളാണ്. ആ സദസ്സുകളെ ഞാൻ പങ്കെടുക്കുന്നു എന്നതുകൊണ്ടല്ല, ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു നവാഗതൻ. പക്ഷേ ഇവിടെ നടക്കുന്ന സദസ്സുകളിൽ ഇനിയും എത്രയോ പ്രഗത്ഭമതികൾ നമ്മെ അഭിസംബോധന ചെയ്യും. ഇതിനു മുമ്പ് എത്രയോ അത് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉത്സാഹത്തിൽ കുറവ് വരരുത്. കാരണം എവിടെ വെച്ചാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ നേർദിശയിലേക്കുള്ള വഴിത്തിരിവ് സൃഷ്ടിക്കപ്പെടുന്ന ആ വാചക സ്ഫുലിംഗങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നാം അറിയാതെ തുളച്ചു കയറി ഒരു സ്വർഗീയ അനുഭൂതിയിൽ നമ്മളെ വിലയിപ്പിച്ച് നമ്മെ നേർവഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് പറയാൻ കഴിയില്ല. ഏത് വാക്കാണ്? ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ഞാനിങ്ങനെ വഴിമാറി നടന്നാണ് ഉസ്താദെ, തെറ്റ് നടന്ന ആളാണ്, മോശക്കാരനായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ അങ്ങനെ ഒരു മജ്ലിസിൽ ഇരുന്നപ്പോൾ
ആ ഉസ്താദിന്റെ ഈ ഒരു വാക്കാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവ് സൃഷ്ടിച്ചതെന്ന് എത്രയോ ആളുകൾ പറഞ്ഞുപോയി. നമ്മൾ എത്രയാണത് കേട്ടത്. അങ്ങനെ എത്രയോ അധാർമികതകളുടെ തിന്മകളുടെ ആളുകളായി ലോകത്ത് അവരെ ചാപ്പയടിച്ചവർ, മുദ്രകുത്തപ്പെട്ടവർ, അവസാനം അവർ വന്നുയർന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഒരു വലിയ പ്രതിനിധാനങ്ങളായ പലരും മാറിയവർ, അതോടൊപ്പം തന്നെ അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി മാറാൻ കഴിഞ്ഞവർ, അങ്ങനെ നന്മയുടെ പേര് ചൊല്ലി അവർ വിളിക്കപ്പെടുന്ന വിധത്തിലേക്ക് ഈ ലോകത്ത് തന്നെ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മികച്ച ബാലൻസ് ഷീറ്റ്, ബാക്കി പത്രങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിടവാങ്ങാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ഇത്തരം സദസ്സുകളിൽ നിന്നാണ്. അതുകൊണ്ട് സദസ്സുകളെ പരിഗണിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് കഴിയും നമുക്ക്. അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണ്? അന്ത്യനാളിലെ അത്ഭുതങ്ങളെന്നാണ്. ഖുർആനിലൂടെ ഞാൻ അന്ത്യനാളിന്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാതെ തന്നെ അന്ത്യനാളിന്റെ പല അത്ഭുതങ്ങളും ആളുകൾ ഇപ്പൊ ഇങ്ങോട്ട് പറയുന്ന സ്ഥിതിയാണ്. ഖുർആനിലൂടെ പറയാൻ ഖുർആനിന്റെ അറബി വാക്കുകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇപ്പോൾ വരുന്നുള്ളൂ. ആളുകൾ ഇങ്ങോട്ട് അത്ഭുതം പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനിങ്ങനെ ഖുർആനുണ്ട്, അതിനിങ്ങനെ ഹദീസുണ്ട് എന്നുള്ള അതിന്റെ അറബി പറയേണ്ട ജോലിയെ ഉസ്താദുമാർക്കുള്ളൂ. സംഭവങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതാ സംഭവിച്ചിരിക്കുന്നു, ഇതിന് വല്ലതും പറയാനുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന നിലയിലേക്ക് ലോകത്തിന്റെ ഗതികൾ വഴിമാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ അവസ്ഥകളിൽ അന്തരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും അറിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം പടച്ചപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന് ഒരു അറുതിയും ഒരു ആയുസ്സും നിശ്ചയിച്ചിട്ടുണ്ട്. ആ അറുതി, അതിന്റെ ആയുസ് ഈ ഭൂമിയിൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാരുടെ നാവുകളിലൂടെ ലോകത്തോട് വെളിപ്പെടുത്തുമ്പോൾ ഈ ലോകത്ത് ഒരിക്കലും ഈ ലോകത്തിനൊരന്ത്യം സംഭവിക്കാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് ലോകം 1% പോലും ചിന്തിച്ചു തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. 1% പോലും ലോകം ഈ പ്രപഞ്ചത്തിനൊരു അറുതി ഉണ്ടാകും, അന്ത്യമുണ്ടാകും, ഇതിന്റെ ആയുസ് അവസാനിച്ചു പോകുമെന്ന് ലോകത്ത് മനുഷ്യൻ ചിന്തിക്കുന്നതിനും എത്രയോ മുമ്പേ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് തആല അവന്റെ പ്രവാചകന്മാരുടെ നാവിലൂടെ ലോകത്തെ വിളിച്ചറിയിച്ച സുപ്രധാനമായ ഒരു യാഥാർത്ഥ്യമാണ് ലോകത്തിനൊരന്ത്യമുണ്ട്. വളരെ ശുഭ്രസുന്ദരമായ, സ്വച്ഛസുന്ദരമായ ഈ മഹാപ്രപഞ്ചം, ഈ ഭൗമപ്രപഞ്ചം, അതും ഇതുൾക്കൊള്ളുന്ന വിശാലമായ മഹാപ്രപഞ്ചം, അതെല്ലാം കൂടിച്ചേർന്ന് എരിഞ്ഞടങ്ങുന്ന, അതെല്ലാം ഒടുങ്ങി അമരുന്ന ഒരു നാൾ ഈ പ്രപഞ്ചത്തിന് വരുമെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവുകളിലൂടെ 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ലോകം കേൾക്കുമ്പോൾ ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ശത്രുക്കൾ സന്നദ്ധരായിരുന്നു. എന്താണ് ഈ പ്രവാചകൻ, ഈ മുഹമ്മദ് പറയുന്നത്? മുഹമ്മദ് എന്താണ് ഈ പറയുക? ഈ ലോകത്തിനൊരന്ത്യമുണ്ടെന്നോ, ഈ ലോകം അവസാനിച്ചിട്ട് ഈ ഒരു പുതിയ ലോകക്രമം ഈ ലോകത്ത് പണിതുയർത്തപ്പെടുമെന്നോ, ഈ ലോകത്തിന്റെ ഈ സംവിധാനങ്ങളെല്ലാം കെട്ടടങ്ങിപ്പോകുമെന്നോ, സൂര്യൻ ഉതിർന്നു വീഴുമെന്നോ, നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങുമെന്നോ, ഇവിടെ ഈ നിതാന്തമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റുകൾ ചലിക്കാത്ത, കാറ്റുകൾ ഇളകാത്ത ഒരു ലോകം വരുമെന്നോ, പക്ഷികൾ പറക്കാത്ത, കിളികൾ ചിലയ്ക്കാത്ത ഒരു ലോകം, ഒരു ദിനം വരുമെന്നോ, എന്താണ് ഈ മുഹമ്മദ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്തപ്പോൾ, അല്ലെങ്കിൽ മുഹമ്മദെ പറയുക, എപ്പോഴാണ് നീ പറയുന്ന അന്ത്യനാൾ വരിക, അതൊന്ന് കാണട്ടെ, ഒന്ന് വന്ന് കണ്ടാ കൊള്ളാമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ ആ ശത്രു സമൂഹം അപവദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായി പഠിപ്പിച്ചതിൽ അള്ളാഹുവിലുള്ള വിശ്വാസം പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ, അദൃശ്യരായ മലക്കുകളിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ, അള്ളാഹുവിന്റെ മുഴുവൻ പ്രവാചകന്മാരിലും വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ തന്നെ, അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ, വിശ്വാസ പ്രമാണങ്ങളിൽ അടിത്തറയായി അള്ളാഹുവിന്റെ റസൂൽ ഊന്നിപ്പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമായ ഒരു സന്ദേശമാണ് ഈ ലോകത്തിനൊരന്ത്യമുണ്ട് എന്നുള്ളത്. സഹോദരങ്ങളെ, ലോകം എത്രയോ കാലങ്ങളായി ഉത്ഭവിച്ചിങ്ങനെ നിരന്തരമായ സഞ്ചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വമഹാപ്രപഞ്ചത്തിന്റെ ഒരു അന്ത്യമുണ്ട് എന്ന് ലോകത്തിന്റെ മുഖത്ത് നോക്കി അതിന്റെ സാധ്യതകളൊന്നും തെളിഞ്ഞു വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ലോകത്തൊരു വ്യക്തിക്ക് പറയാൻ കഴിയണമെങ്കിൽ ചില്ലറ തന്റെ ഇടമൊന്നും പോരാ. നമ്മൾ ആലോചിക്കണം ശരിക്ക്, എന്തോ ഒരു ധൈര്യം, ഈ ലോകം ഇതങ്ങ് അവസാനിക്കുമെന്ന്. ഇതാ നമ്മളിരിക്കുന്ന ഈ ഹാൾ, ഈ കങ്കരപ്പടി ടൗൺ ഹാളിന്റെ പ്രവിശാലമായ ഹാളിന്റെ ഈ കെട്ടിട സമുച്ചയം ഇപ്പോൾ ഇടിഞ്ഞു വീഴുമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താന്ന് നമ്മൾ പറയും പോലെ. അങ്ങനെയുണ്ടല്ലോ, ഇപ്പൊ ഇടിഞ്ഞു വീഴുമെന്ന് ഞാനങ്ങ് പറഞ്ഞാൽ
ഇയാൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇടിഞ്ഞു വീഴുമെന്ന് പറയാ? ആരും പേടിക്കണ്ട കേട്ടോ, അതിനകത്ത് പെണ്ണുങ്ങളായിരിക്കുന്നു. ഞാൻ അങ്ങനെ പറയുമ്പോ അവർക്ക് ആശങ്ക ഉണ്ടായൊന്നും വേണ്ട. പക്ഷെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്നെ വിഡ്ഢിയെന്ന് നിങ്ങൾ പറയൂ. ഇപ്പൊ അത് സംഭവിക്കില്ല ഇൻഷാ അല്ലാഹ് എന്ന് നമുക്കെല്ലാം ഉറപ്പുണ്ട്. കാരണം അതിനുള്ള സാധ്യതകളൊന്നുമില്ല. പക്ഷെ സാധ്യതകളൊന്നും അശേഷം പരിഗണിക്കാതെ, സാധ്യതകളുടെ വാതായനങ്ങളൊന്നും തുറന്നു നോക്കാതെ, സാധ്യതകളുടെ ഭൂതക്കണ്ണാടികളിലേക്ക് ഉറ്റുനോക്കാതെ അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ സുപ്രധാനമായ ഒന്ന് നാമും നീയും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചം എരിഞ്ഞടങ്ങും, ഇത് അവസാനിക്കുമെന്നുള്ളതാണ്. ഇത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അത് പറഞ്ഞപ്പോൾ വലിയ ഉരുൾപൊട്ടലുണ്ടായി. മക്കയിൽ ഖുറൈശികൾക്കിടയിൽ, അറേബ്യൻ സമൂഹത്തിൽ വലിയ വിപ്ലവങ്ങളുണ്ടായി. മുഹമ്മദിന് ഭ്രാന്താന്ന് അവർ പറയാൻ തയ്യാറായതിന്റെ ഒരു കാരണം അതായിരുന്നു. ഈ ലോകമൊക്കെ അവസാനിക്കാൻ പോകുന്നു എന്നയാൾ പറയാം. ഇതിനുശേഷം വേറൊരു ലോകം വരുമത്രേ. അങ്ങനെ വരുന്ന ലോകത്ത് ഈ മനുഷ്യന്മാരെല്ലാം, ചത്തവരെല്ലാം വീണ്ടും ജനിക്കുമെന്നാണ് മുഹമ്മദ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ വരാൻ പോകുന്നുള്ളൂ? മുഹമ്മദിന്റെ വിഡ്ഢിത്തത്തിന്റെ ഏറ്റവും വലിയ അടയാളം അന്ത്യനാളുണ്ടെന്ന് മുഹമ്മദ് പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വിശ്വാസ്യതയ്ക്ക് പോറലേൽപ്പിക്കാൻ വേണ്ടി ആ സമൂഹം ശ്രമിച്ചതിനെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ പറയുന്നത് നമുക്ക് കാണാം. അവർ ചോദിച്ചു, മുഹമ്മദേ, ഈ ലോകം അവസാനിക്കുമെന്നല്ലേ നീ പറയുന്നത്? എങ്കിൽ എന്നാണ് ആ ലോകം അവസാനിക്കുക എന്ന് ഞങ്ങളോട് പറയുകയെന്ന് ആ ശത്രുക്കൾ ഒന്നടങ്കം എതിർപക്ഷത്തുറച്ചു നിന്നുകൊണ്ട് അള്ളാഹിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി ചോദിച്ചുവെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു فقلت في السماوات والأرض لا تأتيكم إلا بغتة. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യസ്അലൂനക അനിസ്സാഅതി, അല്ലയോ മുഹമ്മദേ, അല്ലയോ പ്രവാചകരെ, അവരങ്ങയോട് ചോദിക്കുന്നു. യസ്അലൂനക അനിസ്സാഅ, എന്നാണ് അന്ത്യനാൾ എന്ന് ഞങ്ങളോട് പറയുക. വരുമെന്ന് പറഞ്ഞാൽ പോരാ, അത് വരുന്ന ദിവസം പറയുക, അതിന്റെ ഡേറ്റ് പറയുക, അതിന്റെ തീയതി പറയുക ഞങ്ങളോട്. എന്നാൽ ഞങ്ങൾ അംഗീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ഈ പ്രമുഖമായ സന്ദേശത്തെ, ഈ ലോകത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഈ പ്രവചനത്തെ ആ ശത്രുക്കൾ നിഷേധിക്കുകയും നിരാകരിക്കുകയും തള്ളിപ്പറയുന്നുവല്ലോ നബിയെ. യസ്അലൂനക അനിസ്സാഅതി ഖുൽ അയ്യാന മുർസാഹാ, അവർ ചോദിക്കുന്നു അന്ത്യനാൾ, മുഹമ്മദേ, അതെന്നാണ് വരിക എന്നവർ താങ്കളോട് ചോദിക്കുന്നുവല്ലോ. പറഞ്ഞേക്കുക അവരോട്, ഖുൽ, പറഞ്ഞേക്കൂ നബിയെ, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അതിന്റെ അറിവ് അള്ളാഹുടെ കയ്യിലാന്ന് പറഞ്ഞേക്കുക. അതിനപ്പുറത്തൊന്നും ഇപ്പൊ തൽക്കാലം പറയണ്ട. അങ്ങനെ ചോദിച്ചാൽ അതിന് കൃത്യമായി ഡേറ്റ് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ചുമതലയൊന്നും താങ്കൾ ഏറ്റെടുക്കേണ്ട നബിയെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നതാണ് നാം കാണുന്നത്. ഡേറ്റ് ഒന്നും ഇപ്പൊ തൽക്കാലം പറയണ്ട, വരുമെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ മനസ്സുള്ള വിശ്വസിച്ചാൽ മതി. എല്ലാ കാര്യം അങ്ങനെ തന്നെ ടെലിവിഷന്റെ സ്ക്രീനിൽ കാട്ടിക്കൊടുക്കുന്ന പോലെ കാട്ടിക്കൊടുത്തിട്ട് നീ വിശ്വസിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇവനെ കൊണ്ട് വിശ്വസിപ്പിച്ചിട്ട് എന്ത് നേടാൻ അള്ളാക്ക്? എല്ലാം സ്ക്രീനിൽ കണ്ടിട്ട് വിശ്വസിച്ചോളാം എന്നപ്പോ ആളുകൾ പറയണേ. അങ്ങനെ സ്ക്രീനിൽ കാട്ടിക്കൊടുത്തിട്ടൊന്നും ഒരുത്തനും വിശ്വസിച്ചിട്ട് റബ്ബിനൊന്നും നേടാനില്ല ഇവിടെ. അതുകൊണ്ട് പറഞ്ഞേക്കൂ നബിയെ, ഖുൽ, പറയുക മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അതിന്റെ അറിവ് അല്ലാഹുവിന്റെ പക്കൽ നിക്ഷിപ്തമാണ്. ഇതിന്റെ പടച്ചവൻ, ഈ പ്രപഞ്ചത്തിന്റെ ഉപജ്ഞാതാവിന് മാത്രമേ അറിയൂ ഈ ലോകം എന്നാണ് അവസാനിക്കുക എന്ന്. അതുകൊണ്ട് അതിന്റെ അറിവ് അവന്റെ കയ്യിലാണ്. ഡേറ്റ് ഒന്നും പറയാൻ ഞാൻ അർഹനല്ല, അതിനൊന്നും ഞാൻ ആളല്ലെന്ന് പറഞ്ഞേക്കൂ നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോ കൃത്യമായി ഡേറ്റോ സമയമോ ഒന്നും പറഞ്ഞിട്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒരു കാര്യം പറയാൻ അള്ള പറഞ്ഞു, ലാ യുജല്ലിഹാ ലിവഖ്തിഹാ ഇല്ലാ ഹു, അതിന്റെ കൃത്യമായ ഡേറ്റ് അറിയുന്നത് അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല. പടച്ചവന് മാത്രമേ അറിയാവുള്ളൂ അന്ത്യനാൾ വരുന്ന കൃത്യമായ ദിവസം. പക്ഷേ ഒന്നുണ്ട്, ഒരു കാര്യമുണ്ട്, ഫഖുലത് ഫിസ് സമാവാതി വൽ അർള്, ഫഖുലത് ഫിസ് സമാവാതി വൽ അർള്, ആകാശത്തിനും ആകാശങ്ങൾക്കും ഭൂമിക്കും താങ്ങാനാവാത്ത സ്ഥിതിവിശേഷം അന്ന് ഈ ലോകത്ത് സംജാതമായിരിക്കും. അതതിന്റെ സൂചനയാണ്. ആകാശങ്ങൾക്കും ഭൂമിക്കും താങ്ങാനാവാത്ത ഒരു സ്ഥിതിവിശേഷം
ഈ ലോകത്ത് സംജാതമാകുന്ന നാളുകൾ അന്ത്യനാളിന്റെ സൂചനയായിരിക്കും നിങ്ങൾക്ക് കൈമാറുന്നതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ആകാശത്തിനും ഭൂമിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ലോകത്തുണ്ടാകുമെന്നാണ് പറയുന്നത്. സഹോദരന്മാർ ആലോചിക്കണം ശരിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം അതാണ്. ആകാശത്തിനും ഭൂമിക്കും ഇനി നിൽക്കാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മാറുമ്പോ അത് അവസാന നാളിന്റെ സൂചകമായിരിക്കുമെന്ന്. താങ്ങാനാവാത്ത ഭാരം ഭൂമിക്കും ആകാശത്തിനും വന്നുകൂടിയാൽ ലോകത്തിന്റെ അവസാനത്തിന്റെ ആമുഖമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. ഇന്നെന്താ സ്ഥിതി? നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നു ആകാശത്തിന് താങ്ങാനാവുന്നില്ലെന്ന്, ഭൂമിക്ക് താങ്ങാനാവുന്നില്ലെന്ന്, നമുക്ക് താങ്ങാനാവുന്നില്ലെന്ന് നാം ഓരോരുത്തരും പറയാൻ തുടങ്ങിയില്ലേ? നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ജീവിതം ദുസ്സഹമായി വരികയാണ്, താങ്ങാനാവുന്നില്ല. എന്തൊക്കെ താങ്ങാനാവുന്നില്ല? ഒന്നും താങ്ങാനാവുന്നില്ല. ചൂട് താങ്ങാനാവുന്നുണ്ടോ? അതല്ലേ ഇന്നത്തെ ഏറ്റവും വലിയ സമസ്യ. ചൂട് താങ്ങാൻ ആവാതെ ലോകം വിഷമിക്കുകയാണ്. ലോകം പറയുന്നു ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ ആഗോള താപനത്തിന്റെ റേഷ്യോ, അതിന്റെ ആ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ 2025 ലോകം കാണുമോ എന്ന് സംശയമുണ്ട് എന്ന് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം തലവന്മാർ ഈ അടുത്ത കാലത്ത് 168 ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാർ ഈ അടുത്ത കാലത്ത് എവിടെയാണ് ഒരുമിച്ചുകൂടി അന്താരാഷ്ട്ര സമുച്ചയം. അവര് ലോകത്തോട് പറഞ്ഞത് ആഗോള താപനം പെരുകുന്നു, ഭൂമിക്ക് താങ്ങാൻ ആവില്ല, ആകാശത്തിനും താങ്ങാൻ ആവില്ലാത്ത വിധത്തിൽ താപനം വർദ്ധിക്കുകയാണ്. വ്യവസായ വിപ്ലവത്തിന് ശേഷം ആഗോള താപനത്തിന്റെ തോത് 1 അവസാനിക്കണം എന്ന് നാം കണക്കാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അത് 1.5 എത്തിയിരിക്കുകയാണ്. ആഗോള താപനത്തിന്റെ തോത് 2.5 എത്തിയാൽ ലോകത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റൂല. എന്താ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആഗോള താപനത്തിന്റെ തോത് 2.5% എത്തിക്കഴിഞ്ഞാൽ ലോകത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കണക്ക് കൂട്ടിയതിന്റെ അപ്പുറത്തേക്ക് 1.5 ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നമുക്ക് ആലോചിക്കണം, ആവിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ആവശ്യപ്പെടാതെ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ തലവന്മാർ അന്താരാഷ്ട്ര സമ്മേളനം ഉച്ചകോടി വിളിച്ചുകൂട്ടിയിട്ട് ഏതാനും ചില മാസങ്ങളായിട്ടുള്ളൂ. ചൂട് താങ്ങാനാവുന്നില്ല. എന്താണ് ചൂടിന്റെ പ്രശ്നം? അതെങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അതിന്റെ അളവെടുപ്പുകൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവർ പറയുന്നു ലോകത്തിന്റെ താപനില പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഹിമാനികൾ ഉരുകിയൊലിച്ചുകൊണ്ടിരിക്കുന്നു. മഞ്ഞുമലകൾ ഉരുകിയൊലിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ താപസന്തുലനത്തെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്ന മഞ്ഞു തൊപ്പികൾ, ലോകത്തിന്റെ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞു തൊപ്പികൾ ഉരുകിയൊലിച്ചില്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കടൽ നിരപ്പിന്റെ വിധാനത്തിൽ 1 അടിയിലേറെ വർധനവ് സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം ലോകത്തിന് താങ്ങാനാവാത്ത സ്ഥിതിവിശേഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ആ ലോകരാഷ്ട്ര തലവന്മാരെല്ലാം ഒന്നിച്ചിരുന്നുകൊണ്ട് ലോകത്തിന്റെ ഈ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്ന ഈ പ്രതിഭാസത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, എങ്ങനെ ഇതിനെ പിടിച്ചു നിർത്താം എന്നതിനെ കുറിച്ച് ലോകം ഇന്ന് തലപുകഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് വർത്തമാന മാധ്യമങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗോള താപനത്തിന്റെ ഭീഷണിയെ ചെറുക്കുന്നതിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം അതിന്റെ പാർലമെന്റ് കൂടിയത് കടലിന്റെ അടിയിലാണ് ഈ അടുത്ത കാലത്ത്. വേറൊരു രാഷ്ട്രം ആഗോള താപനത്തിന്റെ അപകടത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പാർലമെന്റ് കൂടിയത് ഹിമാലയ സാനുക്കൾക്ക് അടിയിൽ വെച്ചാണ്. അങ്ങനെ ലോകം മുഴുവൻ പറയുന്നു ലോകത്തിന് ഈ ചൂട് താങ്ങാനാവില്ല, ലോകത്തിന് തോതിൽ പോയാൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുമ്പോഴാണ് എവിടെയാണ് മുഹമ്മദേ അന്ത്യനാളെന്ന് ചോദിച്ചവരോട് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞത് സമയം പറയാൻ ഞാൻ അർഹനല്ല, സമയം പറയാൻ ഞാനൊട്ട് സന്നദ്ധനുമല്ല, പക്ഷേ ആകാശത്തിനും ഭൂമിക്കും താങ്ങാനാവാത്ത സ്ഥിതിവിശേഷം വന്നു ചേരുമ്പോൾ ലോകത്തിന് അന്ത്യമുണ്ടാകുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹ് പറയിച്ചത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴാണ് പ്രസക്തമായി വരുന്നത്. എന്നിട്ട് പറഞ്ഞു ലാ തഅതീകും ഇല്ലാ ബഗ്ത,
ലാ തഅതീകും ഇല്ലാ ബഗ്ത, അത് വരുന്നത് പക്ഷേ വളരെ പെട്ടെന്ന്, പൊടുന്നനെ പൊട്ടി വീഴുന്നത് പോലെയായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക. പക്ഷെ അതിനു മുമ്പ് ലോകത്തിന് താങ്ങാനാവാത്ത പലതും ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. താങ്ങാനാവാത്ത സംഭവവികാസങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, ഇന്ന സ്സാഅത കൽഹാമിലിൽ മുത്തിം. അന്ത്യനാൾ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? അന്ത്യനാൾ എന്ന് പറയുന്നത് കൽഹാമിലിൽ മുത്തിമ്മി, അത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യദ്രി അഹ്ലുഹാ മത്താ തഫ്ജഉഹും ബിവിലാദത്തിഹാ ലൈലൻ ഔ നഹാറാ. ആ ഗർഭിണിയായ പെണ്ണ് അവൾ പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുകയാണ്. വീട്ടുകാർക്കറിയില്ല എപ്പോഴാണ് തന്റെ മോള് പ്രസവിക്കാന്ന്, അല്ല തന്റെ ഭാര്യ എപ്പോഴാണ് പ്രസവിക്കാന്ന് അറിയില്ല. ഏത് നിമിഷവും അവൾ പ്രസവിച്ചു എന്ന് കേൾക്കാം. ഒരു ഞെട്ടുന്ന വാർത്ത ഞങ്ങളെ അവൾ കേൾപ്പിക്കും. ലൈലൻ ഔ നഹാറ, രാത്രിയാകാം പകലാകാം, എപ്പോഴാണെന്നറിയാത്ത വിധത്തിൽ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിക്കുന്നതിനെ കുറിച്ച് വീട്ടുകാർ കാത്തിരിക്കുന്നത് പോലെയായിരിക്കും ലോകം അന്ത്യനാളിനെ കാത്തിരിക്കുക. അത്രയേറെ ഒന്നൊന്നായി ആ ലോകം അതിന്റെ അന്ത്യത്തിലേക്കുള്ള വളർച്ച കുറേശ്ശെയായി ഇങ്ങനെ ആർജിച്ചുകൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ലോകം കുറേശ്ശെയായി അതിന്റെ അന്ത്യത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ നമ്മളോട് പറയുകയുണ്ടായി. ഹദീസ് ജിബ്രീൽ പ്രസിദ്ധമാണ്. എന്താണ് ജിബ്രീലിന്റെ ഹദീസ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിരുന്നു. മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിരുന്നു. വളരെ അദബുള്ള ഒരു വിദ്യാർത്ഥി ഒരു ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ്, മുഹമ്മദേ എന്നാണ് വിളിച്ചത്. അപ്പൊ സഹാബാക്കൾ പറയുകയാണ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാഗതൻ കടന്നു വന്നു. ലാ യുറാ അലൈഹി അസറു സഫരി, യാത്രയുടെ അടയാളം ഒന്നുമില്ല അദ്ദേഹത്തിൽ നോക്കിയാൽ. എന്താ കാര്യം? ഷദീദു ബയാദി സിയാബ്, വസ്ത്രങ്ങളെല്ലാം നല്ല തൂവെള്ളയാണ്, വസ്ത്രത്തിൽ ഒരു പൊടിയും പുരണ്ടിട്ടില്ല. മരുഭൂമിയിലൂടെ ദൂരേന്ന് യാത്ര ചെയ്ത് വന്ന ആളാണെങ്കിൽ വസ്ത്രത്തിൽ പൊടിയുണ്ടാവും. പക്ഷെ ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പൊടിയൊന്നുമില്ല. ഷദീദു സവാദി ഷഅർ, അദ്ദേഹത്തിന്റെ മുടി നല്ല കറുത്തിട്ടാണ്, ഈരി വെച്ചതുപോലെ ഇരിക്കുന്നു, മുടിയോട്ട് ഇളകിയിട്ടില്ല. ഒരു മരുഭൂമിയിൽ നിന്ന് അകലെ നിന്ന് യാത്ര ചെയ്തു വരുന്ന ഏതൊരു വ്യക്തിയെ കണ്ടാലും അവന്റെ മുടി പറന്നിട്ടുണ്ടാകും, അവന്റെ വസ്ത്രത്തിൽ പൊടി പുരണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ മനുഷ്യനിൽ അതൊന്നും കാണുന്നില്ല. എന്നാ പിന്നെ നാട്ടുകാരനാകണ്ടേ? പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ലാ യഅരിഫുഹു മിന്നാ അഹദ്, ഞങ്ങളിൽ ആർക്കും അദ്ദേഹം ആരെന്നൊട്ട് അറിയുകയുമില്ല. അങ്ങനെ ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ഒരു നാൾ കടന്നു വന്നു എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയാൻ. അങ്ങനെ ഒരു നവാഗതൻ അപ്രതീക്ഷിതമായി കടന്നു വന്നു, യാത്രയുടെ അടയാളങ്ങളൊന്നും പ്രദർശിപ്പിക്കാതെ. ബഹുമാന്യനായ മന്ത്രി അവർകൾ ഇബ്രാഹിം കുഞ്ഞി സാഹിബ് എത്തുകയാണ്. പരിപാടി അപ്പോ ജിബ്രീൽ അവിടെ വന്നു. ആ ആളാരാണെന്ന് ഇവിടെ പറയപ്പെടുന്നില്ല, ആമുഖം. ആരോ വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്നിട്ട് യാ മുഹമ്മദ്, മുഹമ്മദേ എന്ന് വിളിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൽ ഈമാൻ, എന്താണ് മുഹമ്മദ് ഈമാൻ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ റസൂൽ വിശ്വാസം എന്താണെന്ന് ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞു കൊടുത്തു. അൻ തുഅ്മിന ബില്ലാഹി വ മലായികതി വ കുതുബി വ റുസുലി, എല്ലാം പറഞ്ഞു കൊടുത്തു. വീണ്ടും ചോദിക്കുകയാണ്. അപ്പൊ അത് കേട്ടപ്പോ പറയാണ് ഇദ്ദേഹം, സദഖത, നേരെ സത്യമാ പറഞ്ഞത്, താങ്കൾ പറഞ്ഞ സത്യ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഒമൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? അപ്പോ റസൂലുള്ളാഹി പറയുകയുണ്ടായി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയിട്ടുള്ള 5 കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഈ 5 കാര്യങ്ങളും കേട്ട ആളുകൾ, ആ വ്യക്തി പറയുകയാണ്, ഈ അപരിചിതനായ വ്യക്തി പറയാ, സദഖത, സത്യമാണ് താങ്കൾ പറഞ്ഞത്. ചോദ്യം ചോദിക്കുന്ന ആൾ തന്നെ ഉത്തരം പറഞ്ഞ പ്രവാചകനെ സത്യപ്പെടുത്തുന്ന ഈ അത്ഭുത കാഴ്ച കണ്ടിട്ട് സഹാബാക്കൾ അമ്പരന്നുപോയി. വീണ്ടും 3ാമതായി ചോദിച്ചു, മത്തസാ, 4ാമതായി ചോദിച്ചു, മത്തസാ, അന്ത്യനാൾ എപ്പോഴാണ്? ആ സമൂഹത്തിന്റെ ഒരു ചോദ്യമാണത്. ആ കാലഘട്ടത്തിൽ അന്ത്യനാൾ പരിചയപ്പെടുത്തപ്പെട്ടുകൊണ്ടിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അറേബ്യൻ സമൂഹം പ്രവാചകന് നേരെ നിരന്തരം ചോദിച്ച ചോദ്യം, മത്തസാ, എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക എന്ന്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, അതിന് മറുപടിയായി, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ,
ചോദിക്കപ്പെട്ടയാളേക്കാൾ ചോദിച്ചയാൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല. ചോദിച്ചയാൾക്കുള്ള അറിവിനേക്കാൾ കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടയാൾക്ക് അതിന് അറിവില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ ഒരു വ്യംഗ്യമായ വ്യക്തമല്ലാത്ത ഒരു ഭാഷയിൽ അതിനോട് പ്രതികരിച്ചു എന്ന ഹദീസിൽ കാണാം. അപ്പോ അദ്ദേഹം ചോദിച്ചു, വേണ്ട, കൃത്യമായി പറയാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റൊരു ചോദ്യം, അഖ്ബിർനി അൻ അമാറാത്തിഹ, അടയാളമൊന്ന് പറയാമോ? എന്താണ് അതിന്റെ ലക്ഷണം? ഈ ലോകം അവസാനിക്കുന്നതിന് ചില അടയാളങ്ങൾ ഉണ്ടാകുമല്ലോ, ചില ലക്ഷണങ്ങൾ ഉണ്ടാകുമല്ലോ, ആ ലക്ഷണങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ വളരെ വാചാലമായ നിലയിൽ അള്ളാഹുവിന്റെ റസൂൽ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതായി നമുക്ക് ഹദീസിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ ആ ചോദ്യത്തിന് പറഞ്ഞ ഉത്തരം എന്താണെന്നറിയുമോ? അൻ തലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കുന്ന കാലം വരും, അവസാന നാളിന്റെ അടയാളമാണതെന്ന് റസൂലുള്ളാഹി പറയാ. അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കുന്ന കാലം വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു ഭാഷയാണ്. കാരണം അന്നൊക്കെ അടിമ സ്ത്രീകൾ പ്രസവിച്ചാൽ പെണ്ണടിമ തന്നെ ആയിരിക്കുള്ളൂ, കുട്ടി അടിമ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ അടിമ സ്ത്രീ, അന്ന് അടിമയും ഉടമയുമുള്ള കാലമാണ്. അടിമ സ്ത്രീ പ്രസവിക്കുന്നത് നേത്രിയെയാകുന്നു, യജമാനത്തിയാകുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം അതെങ്ങനെ വരാനാ? അങ്ങനെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം എന്താണ് എന്ന കാര്യത്തിൽ മുഹദ്ദിസീങ്ങൾ പലതരം വ്യാഖ്യാനങ്ങൾ ലോകത്തിന് പറഞ്ഞ കൂട്ടത്തിൽ പ്രമുഖമായ വ്യാഖ്യാനം അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ഉയിർത്തെഴുന്നേൽപ്പാണെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ നമുക്കതിന് വ്യാഖ്യാനം പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ അടിമകളെപ്പോലെ സമൂഹത്തിൽ ആരാലും പരിഗണിക്കപ്പെടാതെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾ സമൂഹത്തിന്റെ ഉന്നത ശ്രേണികളിലേക്ക് ഉയർന്നു വരികയും അങ്ങനെ തങ്ങളെ അടിച്ചമർത്തിയ ജനതതികളെ, ആ അടിച്ചമർദ്ദിത ജനവിഭാഗങ്ങൾ കീഴടക്കി ഭരിക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ അത് അവസാന നാളിന്റെ അടയാളമാണെന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക എന്ന് നബിയുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് നമ്മൾ ആലോചിച്ചു നോക്കണം. ഇതും ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് താങ്ങാനാവാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഇന്ന് ലോകത്ത് നിങ്ങൾ ആലോചിക്കുക, സാക്ഷാൽ ലോകം നിയന്ത്രിക്കുന്ന ലോക പോലീസ് അമേരിക്ക മുതൽ ആരംഭിച്ചോളൂ നിങ്ങൾ. ആരാണ് ഇന്ന് ലോകത്ത്? അമേരിക്കയുടെ ഏതാണ്ട് 450 വർഷത്തെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രം, ഇന്ന് ലോകത്ത് ശാസ്ത്രത്തിന്റെ സാങ്കേതിക മേഖലകളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം. ആ രാജ്യത്തിന്റെ അധികാര സ്ഥാനത്ത് ഒരു കറുമ്പനെ അടുപ്പിക്കാതിരിക്കാൻ കറുപ്പും വെളുപ്പും തമ്മിലുള്ള അന്തരത്തെ വലിയ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷെ നിങ്ങൾ ഇന്ന് ഓർക്കുക, ഇന്നെന്താണ് അമേരിക്കയിൽ? ഇന്നെന്താണ് അമേരിക്കയിൽ? കറുത്ത വർഗ്ഗക്കാർ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗം അവർ ഇസ്ലാം സ്വീകരിച്ച് വിമോചിതരാകുമെന്നറിഞ്ഞപ്പോ അമേരിക്ക എവിടെയും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ഇസ്ലാം ഒരു പുതിയ ഇസ്ലാമിനെ നിർമ്മിച്ച് കറുത്ത വർഗ്ഗക്കാരുടെ കൈകളിലേക്ക് കൊടുത്തു. ഇന്നുണ്ട് അവിടെ അങ്ങനെ നേഷൻ ഓഫ് ഇസ്ലാം. മലയാളത്തിൽ ഒരു പുസ്തകമുണ്ട്, മാൽക്കം എക്സ് എന്ന് പറയുന്ന അലക്സ് ഹാലി എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് ആ ചരിത്രം വായിക്കാം. അമേരിക്ക നിർമ്മിച്ച ഇസ്ലാം, നേഷൻ ഓഫ് ഇസ്ലാം. കറുത്ത വർഗ്ഗക്കാരെല്ലാം ഇസ്ലാം സ്വീകരിച്ചാൽ ഈ മതത്തിൽ ചേർന്നോണം. അമേരിക്കയ്ക്കുണ്ടൊരു സ്വന്തം ഇസ്ലാം. അമേരിക്ക കറുത്ത വർഗ്ഗക്കാരെ മുഖ്യധാരയിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ആകുന്നവർക്ക് സ്വന്തമായി ഒരു ഇസ്ലാം തന്നെ പടച്ചുകൊടുത്ത സാക്ഷാൽ അമേരിക്ക ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ 21-ാം നൂറ്റാണ്ടിലെ ആധുനിക കാലഘട്ടത്തിൽ ആരാണ് അമേരിക്ക ഭരിക്കുന്നത്? ആരാണ് അമേരിക്ക ഭരിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുന്ന കാലം വന്നാൽ ലോകത്തിന്റെ അന്ത്യം കാത്തിരുന്നു കൊള്ളുക എന്ന് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അമേരിക്കൻ ജനത ഇഷ്ടപ്പെട്ടിട്ടല്ല ഒരു അരക്കറുമ്പൻ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അരക്കറുമ്പനേ ഉള്ളൂ, മുഴുക്കറുമ്പനല്ല. അത് സാക്ഷാൽ ബറാഖ് ഒബാമ ഒരു അരക്കറുമ്പൻ മാത്രമാണ്. ആ അരക്കറുമ്പൻ ബറാഖ് ഒബാമയെ കസേരയിൽ കയറ്റിയിരുത്തിയത് അമേരിക്കൻ ജനതയുടെ ഒരു ലിബറൽ മൈൻഡിന്റെ പേരിലാണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അത്രമാത്രം ഒരു ടോളറന്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയൊന്നും അമേരിക്കക്കാർക്ക് ഇന്നുമില്ല. ഇന്നും കറുമ്പനാണെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് ഉണ്ടല്ലോ, ട്രംപ്, മുസ്ലിമീങ്ങൾക്കെതിരെ വിദ്വേഷം വാരിച്ചൊരിയുന്ന ട്രംപും സാക്ഷാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹിലാരി വരെ ഇത് കറുമ്പനല്ലേ എന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മൾ ഹിലാരിയാണ് ട്രംപിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പുതിയ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വരുന്നിടത്ത് നമുക്ക് കുറച്ചുകൂടെ സ്നേഹം തോന്നുന്നത് ഹിലാരിയോടാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കറുമ്പൻ അമേരിക്ക ഭരിക്കുകയോ എന്ന് ചോദിച്ചത് സാക്ഷാൽ ഹിലാരിയാണ്.
സാക്ഷാൽ ഹിലാരി ചോദിച്ച് കറമ്പനെ മാറ്റി നിർത്താൻ ശ്രമിച്ച, ഒരിക്കലും ഒരു കറുത്ത വർഗക്കാരൻ അധികാരത്തിൽ പ്രതിഷ്ഠിക്കാൻ ഇഷ്ടപ്പെടാത്ത യൂറോപ്യൻ അമേരിക്കൻ ചിന്തയുടെ തലയ്ക്ക് മുകളിൽ ഒരക്കറുമ്പൻ ഇന്ന് കയറിയിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെങ്കിൽ അള്ളാന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളിന്റെ അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ആദ്യത്തെ വർത്തമാനം, അതിന്റെ അർത്ഥം മനസ്സിലാകുന്ന ഒരു കാലത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അൻതലിദൽ അമത്തു റബ്ബത്തഹാ, അൻതലിദൽ അമത്തു റബ്ബത്തഹാ. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുന്ന കാലം വന്നാൽ അത് അവസാന നാളിന്റെ അടയാളമാണെന്ന് കരുതിയിരുന്നു കൊള്ളുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരിടത്തല്ല, എത്രയാണ്, 28 വർഷമാണ് നെൽസൺ മണ്ടേലയെ പിടിച്ചുകൊണ്ടുപോയി ദക്ഷിണാഫ്രിക്കയിൽ കറുത്ത വർഗക്കാർക്ക് അധികാരം കിട്ടാതിരിക്കാൻ വേണ്ടി അപ്പാർത്തീഡിന്റെ വക്താക്കളായ വെള്ളക്കാർ കൊണ്ടുപോയിട്ട് 28 കൊല്ലം ജയിലിലിട്ടത് എന്തിനാ? അൻതലിദല്ലമത്തു റബ്ബത്തഹ. അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കണ്ട, അടിമ പെറ്റ മക്കൾ യജമാനന്മാരുടെ തലയ്ക്ക് മുകളിൽ കയറണ്ടെന്ന് തീരുമാനിച്ചിട്ടാ. പക്ഷേ അവരുടെ എല്ലാ പദ്ധതികളെയും അട്ടിമറിക്കപ്പെട്ടുകൊണ്ട്, അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സാക്ഷാൽ ദക്ഷിണാഫ്രിക്കയിൽ അതിന്റെ നെൽസൺ മണ്ടേല എന്ന ലോകാദരണീയനായ മണ്ടേലയുടെ അവസാന നാളുകളിൽ ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേല വെള്ളക്കാരുടെ മുകളിൽ അധികാരം വാണു. അതും 20-ാം നൂറ്റാണ്ട് കണ്ട കാഴ്ചയാ. അതിനു മുമ്പ് ഒരു കറമ്പന വെള്ളക്കാരുടെ മുകളിൽ അധികാരിയായി വാഴിച്ച ചരിത്രമില്ല ലോകത്ത്. ഉണ്ടോ? ലോകത്തങ്ങനെ ഒരു ചരിത്രമില്ല. പക്ഷേ ഇത് നാം കാണുകയാണ്. ഇവിടെയാണ് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ വർത്തമാനത്തിന്റെ പൊരുളറിയേണ്ടത്. അൻതലിദൽ അമത്തു റബ്ബത്തഹാ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുന്ന കാലം വന്നാൽ എന്ന്. അതവിടെയും സംഭവിച്ചു. വെള്ളക്കാരുടെ മേഖലകളിലെല്ലാം ഇന്ന് മർദ്ദിത ജനവിഭാഗത്തിന്റെ പ്രതിനിധികൾ അധികാരത്തിൽ കയറി വരാനുള്ള സാധ്യതകളുടെ നേർചിത്രങ്ങൾ ലോകമെമ്പാടും തെളിയുമ്പോ ഇന്ത്യയുടെ സ്ഥിതി എന്താ? ഇന്ത്യയുടെ സ്ഥിതി എന്താ? ബ്രാഹ്മണിസവും സവർണതയും അരങ്ങുവാണ് ഇന്ത്യ രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിൽ. നമുക്ക് രാഷ്ട്രീയമായും അദ്ദേഹത്തിന്റെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും കയറിയിരിക്കുന്ന ആൾ ഇന്ന് മർദ്ദിത പിന്നോക്ക വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്. അതെന്തോ ആകട്ടെ, അതുകൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ എന്നുള്ള കാര്യം അത് വേറെ. രാജ്യത്തിനത് നാശമേ വരുത്തി വെച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ വേദനയോടുകൂടി പറയുമ്പോഴും ഇന്ന് കയറിയിരിക്കുന്നത് പിന്നോക്കക്കാരനാണ്. അറിയില്ലേ നിങ്ങൾക്ക്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സാക്ഷാൽ അവിടെ ബീഹാറിൽ ഒരു 10-15 വർഷക്കാലം ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഭരണാധികാരിയായി ലല്ലു പ്രസാദ് യാദവ് ഭരിച്ചപ്പോൾ അദ്ദേഹം ഒരു നാൾ പറഞ്ഞു, എന്റെ അമ്മയുടെ കാട് കയറിയ ഭ്രാന്തൻ സ്വപ്നങ്ങളിൽ പോലും ഞാനിവിടെ പശുക്കളെയും മേച്ച് ബീഹാറിന്റെ മെച്ചിൽപ്പുറങ്ങളിലൂടെ നടക്കുമ്പോൾ എന്റെയോ എന്റെ അമ്മയുടെയോ കാട് കയറിയ സ്വപ്നങ്ങളിൽ, ഭ്രാന്തൻ സ്വപ്നങ്ങളിൽ പോലും ഞാൻ ഈ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന് സ്വപ്നം കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്നതാണ് എന്ന് സാക്ഷാൽ ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞതും ഈ 20-ാം നൂറ്റാണ്ടിലാണെങ്കിൽ ലോകത്തിന് താങ്ങാനാവാത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ട്, സൂര്യാഘാതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ആഗോള താപനം ലോകത്ത് താണ്ഡവ നൃത്തമാടുന്നു. തഖുലത്തി സമാവാതി വൽ അർള്, ആകാശത്തിനും ഭൂമിക്കും താങ്ങാനാവാത്ത ആഘാതങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലോകത്തിന് താങ്ങാനാവാത്ത ആഘാതങ്ങൾ ഭൗമാന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ, ലോകത്ത് പ്രകൃതിയിൽ അത്തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവസാന നാളിന്റെ സൂചനയായി നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ എന്റെ പ്രവാചകന് ഡേറ്റ് ചോദിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയെങ്കിൽ പ്രവാചകരെ അവരോട് താങ്കളത് പറയണ്ട. യസ്അലൂനക അനിസ്സാഅ, അന്ത്യനാളെന്നാണെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞേക്കേണ്ടത് തഖുലത്തിസ് സമാവാതി വൽ അർള്, ആകാശത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ, ഭൂമിക്ക് താങ്ങാനാവാത്ത ആഘാതങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് അന്ത്യനാൾ വരികയെന്ന് അവരറിഞ്ഞുകൊള്ളും. അവരാ നിലയിൽ അതിനെ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ അത് വരുന്നത് ലാ തഅതീകും ഇല്ലാ ബഗ്ത, വളരെ പെട്ടെന്നായിരിക്കും, പൊടുന്നനെയായിരിക്കുമെന്ന് മാത്രം. വരുമ്പോൾ അവർക്ക് കാത്തിരിക്കാൻ നേരമുണ്ടാവില്ല. അപ്പോ സഹോദരൻ കുഴപ്പമില്ല, ഈ യോഗം
ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാനീയനായ പൊതുമരാമത്ത് മന്ത്രി അവരെ ആദരവോടെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന് കുറച്ച് റെസ്റ്റുമായി. എനിക്കാണെങ്കിൽ ഇപ്പൊ തിരക്കുള്ള സമയമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 2 മിനിറ്റ് പറഞ്ഞിട്ടങ്ങ് പോവുകയും ചെയ്യാം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്റെ പ്രിയങ്കരനായ സുഹൃത്തും നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ കൂടിയായ PS അബൂബക്കർ സാഹിബ്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പടമുകൾ ജമാഅത്ത് ഖത്തീബ് ബഹുമാന്യനായ ആദരണീയനായ VH അലിയാർ മൗലവി അൽ കാസ്മി ഉസ്താദ് അവർകൾ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അബൂബക്കർ ഉസ്താദ്, അബൂബക്കർ ഫൈസി ഉസ്താദ്, നമ്മുടെ ഇവിടുത്തെ എപ്പോഴും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഉസ്താദാണ്. പിന്നെ പ്രിയങ്കരനായ സ്വാസംഘം കമ്മിറ്റിയുടെ സെക്രട്ടറി ഫൈസലി, ബഹുമാന്യനായ അബ്ദുറഹിമാൻ കുട്ടി, വേദിയിലുള്ള PP അസീസ്, KM മുഹമ്മദ് കബീർ, PB അബ്ദുള്ള തുടങ്ങി ബഹുമാന്യരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കങ്ങരപ്പടി ഇസ്ലാമിക് സെന്ററിന്റെ 1ാം വാർഷികവും അതോടൊപ്പം നമ്മളെല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മർഹൂം ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് അവരുടെ അനുസ്മരണവും നടക്കുന്ന മഹത്തായൊരു സദസ്സാണിത്. ഈ സദസ്സിൽ ഞാനും ഉസ്താദിന്റെ പ്രസംഗത്തിൽ ലയിച്ച് അങ്ങനെ പോയപ്പോഴാണ് ഉസ്താദ് ഒരു സ്വല്പം റെസ്റ്റ് എടുക്കണം, ഇന്റർവെൽ എടുക്കണം എന്നാഗ്രഹിച്ച് അങ്ങനെ ഇരുന്നത്. ഞാൻ ഒരിക്കലും ഉസ്താദിന്റെ പ്രസംഗത്തിനൊരു തടസ്സമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഖുർആൻ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമാനുഷികമായ ഒരു ഗ്രന്ഥമാണ് എന്നുള്ള കാര്യത്തിൽ ഇന്നുവരെ ആരും ഒരു തർക്കവും ഉന്നയിച്ചിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ മുഖാന്തിരം ഇറക്കി കൊടുത്ത വിശുദ്ധ ഗ്രന്ഥം, അമാനുഷികമായ ആ ഗ്രന്ഥം ഇന്നും നമുക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ശരിയായ വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ മുഴുവൻ നടത്താൻ എത്ര വലിയ പണ്ഡിതന്മാർക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, അതിൻ്റെ ഓരോ സൂക്തവും നമ്മുടെ ഈ ലോകം, ഇവിടെ ലോകാന്ത്യത്തെ സംബന്ധിച്ച് ഉസ്താദ് സൂചിപ്പിച്ചു, ലോകം എത്ര കാലം നീണ്ടു നിന്നാലും ലോകാവസാനം വരെ ഓരോ സൂക്തത്തിനും നിരവധി വ്യാഖ്യാനങ്ങളും അതേപോലെ തന്നെ കാലികമായ പ്രസക്തിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരിശുദ്ധ ഖുർആന്റെ ഒരു അമാനുഷികതയാണ്. എത്രയോ വർഷങ്ങൾ പിന്നിട്ടാലും പരിശുദ്ധ ഖുർആൻ നമുക്ക് ഒരു പ്രകാശഗോപുരമാണ്, വഴികാട്ടിയാണ്. യഥാർത്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഖുർആനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന, സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലും ഈ ലോകത്തും പരലോകത്തും നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഒരു യൂണിറ്റ് ഈ കങ്ങരപ്പടിയിൽ ആരംഭിക്കുകയും അത് അഖില കേരള അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അത് വളരെ ഭംഗിയായി അതിന്റെ പ്രവർത്തകർ, ഭാരവാഹികൾ ഖുർആൻ ക്ലാസും അതേപോലെ തന്നെ വ്യാഖ്യാനങ്ങളും ഒക്കെ നൽകി
ഖുർആൻ കൂടുതൽ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ 1-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ അതിന്റെ ഭാരവാഹികളോടും അതോടൊപ്പം സർവശക്തനായ അള്ളാഹുവിനോടും അള്ളാഹുവിനെ സ്തുതിക്കുകയും അവർക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇസ്ലാമിക് സെന്റർ ഒരുപടി പദ്ധതികൾ നമ്മുടെ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ തന്ന ഒരു കടലാസ് പ്രകാരം നിരവധി പരിപാടികൾ നമുക്ക് ആവശ്യമുള്ള ആത്മീയവും ഭൗതികവുമായ മുഴുവൻ കാര്യങ്ങളും അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു ദിശാബോധം നൽകുന്നതിന്, ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഒരു ദിശാബോധം നൽകുന്നതിന് എത്രമാത്രം സഹായകരമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളോട് എനിക്ക് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം ഇതിന്റെ ഗുണഭോക്താക്കളാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ പ്രദേശത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അതിന്റെ ഗുണഭോക്താക്കളാണ്. അവർക്കിനിയും കൂടുതൽ ഖുർആനെ പറ്റി പഠിക്കുന്നതിനും അറിയുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ ആത്മീയ ഭൗതിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനും നമ്മുടെ ഇസ്ലാമിക് സെന്ററിന് സാധിക്കട്ടെ, അതിന്റെ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാം പിന്തുണയും സഹായവും അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി അവർ നടത്തുന്ന സേവനങ്ങൾക്ക് തീർത്തും നമ്മൾ അവരോട് കടപ്പാടുള്ളവരും ആയിരിക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് അഭ്യർത്ഥിക്കുകയും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും സഹോദരന്മാരോടും പ്രത്യേകം ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടികളുടെ ഉദ്ഘാടനം അള്ളാഹുവിന്റെ നാമത്തിൽ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കരം കൊണ്ട് ഒരു അവാർഡ് ദാനം ഇവിടെ വെച്ച് കൊടുക്കപ്പെടുകയാണ്. കേരള സ്കൂൾ കലോത്സവത്തിൽ LP തലത്തിൽ അറബിക് ഫസ്റ്റ് വാങ്ങിയ നമ്മുടെ നൂറുൽ ഹുദ മദ്രസ 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഷാഹിദാണ് ആ സമ്മാനത്തിന് അവാർഡിന് അർഹൻ. നമ്പൂട്ടിമലയിൽ സിദ്ദീഖിന്റെ മകളുടെ കുട്ടി ഷാഹിദാണ് ആ സമ്മാനത്തിന് അവാർഡിന് അർഹൻ. ആ കുട്ടിയെ ക്ഷണിക്കുന്നു. കേരള സ്കൂൾ കലോത്സവത്തിൽ അറബിക് LP തലത്തിൽ ഫസ്റ്റ് വാങ്ങിയ ഷാഹിദ്. ബഹുമാനപ്പെട്ട മന്ത്രി ഈ അവാർഡ് ദാനം കൊടുക്കും. ആദരവ് ക്ഷണിക്കും. ഖുലൂ തക്ബീർ. ഹലോ. പങ്ങരപ്പടി ഇസ്ലാമിക് സെന്ററിന്റെ വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർവഹിച്ചത്. നമ്മുടെ വാർഷിക സമാപനം കുറിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ്. ഈ അടുത്തുള്ള മാസങ്ങളിലായിക്കൊണ്ട് വിപുലമായിക്കൊണ്ടുള്ള പരിപാടികളാണ് നാം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആ പരിപാടികളുടെ ഒരു പൂർണ്ണരൂപം മന്ത്രിയുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജമാഅത്തിന്റെ ഖത്തീബ് ആദരണീയനായ എം അബൂബക്കർ ഫൈസി ഉസ്താദിന് നൽകിക്കൊണ്ട് അതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. ഖുലൂ തക്ബീർ. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ച പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി ദൃക്സാക്ഷിയാകാൻ ഭാഗ്യം കിട്ടിയ ഒരു ജനതയായി നാം ഇന്ന് 21-ാം നൂറ്റാണ്ടിന്റെ ആദിപാദങ്ങളിൽ ജീവിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആമുഖമായി പറഞ്ഞത് സഖുലത്തിസ് സമാവാതി വൽ അർള്, ആകാശത്തിനും ഭൂമിക്കും താങ്ങാനാവാത്ത ആഘാതം വരുന്നാൾ.
അത് ലോകത്തിന്റെ അവസാനത്തിന്റെ സൂചനകളാണെന്ന കാലത്തെ ജനം തിരിച്ചറിയട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹ, ഒരടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുന്ന കാലമെന്ന വളരെ അർത്ഥവ്യാഖ്യാന സാധ്യതയുള്ള ഒരു പദപ്രയോഗം അന്ന് നടത്താൻ, അതുപോലൊരു പദം ഉപയോഗിക്കാൻ അക്കാലഘട്ടത്തിൽ ഏതൊരു വ്യക്തിക്കാണ് കഴിയുക എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നന്നായി ആലോചിക്കണം. ഇന്ന് ലോകം അതിന്റെ നിലനിൽപ്പ് ഏത് നിമിഷം വരെ, ഏത് നാൾ വരെ എന്ന് വളരെ ഗൗരവപൂർണമായ പരിചിന്തനത്തിൽ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണെന്ന് ലോകം മുറവിളി കൂട്ടുന്ന നാളുകളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ തിരുവചനം ലോകത്തിന്റെ മുമ്പില് പകൽ വെളിച്ചം പോലെ പുലരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. തലിദൽ അമത്തു റബ്ബതഹ, അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പ്രതിനിധികൾ തങ്ങളെ അടിച്ചമർത്തിയ ഇന്നലകളിൽ തങ്ങളെ മർദ്ദിച്ചൊതുക്കിയ മർദ്ദകന്മാരുടെ തലയ്ക്ക് മുകളിൽ ലോകത്തിന്റെ നാനാ കോണുകളിൽ അധികാരം വാഴുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ജിബ്രീലിനോട് പറയുകയാണ്, അവസാന നാളെന്നെന്ന് പറയാൻ എനിക്ക് ചോദ്യകർത്താവിനേക്കാൾ കൂടുതൽ അറിയില്ല, പക്ഷേ അതിന്റെ അടയാളം പറയാൻ എനിക്ക് കഴിയും. ഒന്നാമത്തേത് അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുമെന്നതാണെന്ന്. സഹോദരന്മാർ ശരിക്കും മനസ്സിലാക്കണം, ഈ വ്യാഖ്യാനം വെച്ച് നമ്മളിനി ലോകത്ത് വരാനിടയുള്ള സാധ്യതകൾ ലോകം പറയുന്നത് എന്താണിന്ന്? ഇന്ത്യ രാജ്യത്ത് വളരെ വൈകാതെ തന്നെ പിന്നോക്ക വിഭാഗക്കാരുടെ ഒരു അധികാരമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ള പ്രതീക്ഷകളിലാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹബീബിന്റെ ഈ പ്രവചനത്തിന്റെ പുലർച്ചയാ. അൻ തലിദൽ അമത്തു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കുന്ന കാലം വരുന്നത് അവസാന നാളിന്റെ സൂചനയാണ്. ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്ന പുതിയ സംഭവങ്ങളാന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ എഴുതിത്തള്ളി അങ്ങ് കടന്നു പോകണ്ട. ഇതൊക്കെ വന്നാൽ നിങ്ങൾ ഓർത്തു വെക്കണം, അത് അവസാന നാളിന്റെ സൂചനയാണെന്ന് വീണ്ടും റസൂലുള്ളാഹി പറയുകയാണ്. ഇതൊരടയാളമാണെങ്കിൽ, ലോകാന്ത്യത്തിന്റെ അടയാളമാണെങ്കിൽ ഇത് വന്നത് എപ്പോഴാ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ അടയാളം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് ഒരു ഭീഷണിയായി തൂങ്ങി നിൽക്കുമ്പോൾ, ആകാശത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ലോകം പറയുമ്പോൾ, അതിന്റെ താപം താങ്ങാനാവുന്നില്ലെന്ന് ലോകം പറയുമ്പോ, ആകെ അന്തരീക്ഷത്തിലും പ്രകൃതിയിലും പ്രശ്നങ്ങളാണെന്ന് ലോകം പറയുമ്പോ എന്താണ് സംഭവം? നോക്കൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രവാർത്തകളിലൂടെ നമ്മൾ അറിയുകയാണ്, ഭൗമസ്ഫോടനം സംഭവിച്ചുവെന്ന്. ഭൗമസ്ഫോടനം, ഭൂമി വെറുതെ പൊട്ടിത്തെറിച്ചു അത്രേ. ഭൂമിയിൽ പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറിയുടെ ഫലമായുണ്ടായതെന്താ? വിള്ളലുണ്ടാകുന്നുവെന്ന് ഭൂമിയിൽ. ഈ അടുത്ത കാലത്ത് 2-3 നാളുകൾക്കപ്പുറം പത്രത്തിന്റെ മുൻപേജിൽ നമ്മൾ വാർത്ത വായിച്ചപ്പോഴും നമ്മൾ ഓർക്കുകയാണ്, തഖുലത് ഫിസ് സമാവാതി വൽ അർളി, ശാന്തമായിരുന്ന പൊട്ടിത്തെറിയാതെ ശാന്തമായി നിലകൊണ്ടിരുന്ന ഭദ്രമായി നിലയുറപ്പിച്ചിരുന്ന ഭൂമിക്ക് താങ്ങാനാത്ത വിധത്തില് ഭൂമിയിൽ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നു, ഭൂമിയിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു എന്ന് അനുഭവങ്ങളിലൂടെ, വർത്തമാന മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഭാഗത്ത് അത് സംഭവിക്കുകയാണ്, മറുഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തൊരിടത്തല്ല പലയിടത്ത്. അതിന് ഇത് അവസാനിക്കാത്ത പരമ്പരയായി, പ്രവണതയായി ലോകത്തിന്റെ അന്ത്യം വരെ ഇത് നീണ്ടുപോവുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് നൽകുന്ന സൂചന. അള്ളാഹുവിന്റെ റസൂൽ അത് പറയുകയാണ്. വീണ്ടും പറഞ്ഞു, അൻതറൽ ഹുഫാത്ത, നിങ്ങൾ ചെരുപ്പ് പോലും ധരിക്കാതെ നടന്നവരെ നിങ്ങൾ കാണും. അൻതറൽ ഹുഫാത്ത അൽ ഉറാത്ത, ഉടുക്കാൻ വസ്ത്രമില്ലാഞ്ഞവനെ നിങ്ങൾ കാണും. ഉടുതുണിക്ക് മറിയു തുണിയില്ലാതിരുന്നവരെ, കാലിൽ ഒരു ചെരുപ്പ് ധരിച്ച് നടക്കാൻ പോലും ഈ ലോകത്ത് അവസരമില്ലാഞ്ഞവരെ നിങ്ങൾ കാണുന്ന ഒരു കാലം വരുമൻ തറൽ ഹുഫാത്തൽ ഉറാത്ത് റിആ അശ്ശാ, ആട്ടിൻപറ്റങ്ങളെ മേച്ചു നടന്ന ഇടയ മക്കളെ നിങ്ങൾ കാണുമെന്ന്. അതെ, നേരത്തെ പറഞ്ഞല്ലോ, ബീഹാറിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പശുവിനെ മേച്ച് നടന്ന നാളുകളില് ഞാനൊരു കാടൻ സ്വപ്നത്തിൽ പോലും മുഖ്യമന്ത്രിയാകുന്നത് സ്വപ്നം കണ്ടില്ലെന്ന് പറഞ്ഞ പോലെ ആട് മേച്ച് നടക്കുന്ന ജനങ്ങളെ നിങ്ങൾ കാണുന്നതാണ്. തറൽ ഹുഫാത്തൽ ഉറാത്ത് റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുൻയാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവർ വലിയ വലിയ നീളൻ കെട്ടിടങ്ങൾ പണിയുന്ന കാഴ്ച നിങ്ങൾ കാണുമെന്ന് റസൂലുള്ളാഹി പറയാണ്. അന്ത്യനാളിന്റെ അടയാളമാണോ? ആ അടയാളം നമ്മുടെ മുമ്പിലുണ്ടോ എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ ഹദീസുകളാണ് നമ്മുടെ മുമ്പിൽ വരേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാഞ്ഞവൻ എന്താ ചെയ്യുന്നത്? നാട്ടിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളുടെ ഉടമകളാകുന്നവർ എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ ആളുകൾക്ക് ആർക്കെങ്കിലും മുറിവേൽക്കുമോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആരെക്കുറിച്ചൊന്നും വ്യക്തിപരമായി പറയാൻ പറ്റൂല.
ഇന്നലകളിൽ ഒന്നുമില്ലാഞ്ഞവർ നാട്ടിലെ ഏറ്റവും വലിയ യത്തത്താവലൂൻ ടോളൻ ബിൽഡിംഗ് എന്ന് റസൂലുള്ള പറഞ്ഞത് തോല എന്ന തോൽ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലെ ടോളു എന്ന് തന്നെയാണ്. ഏറ്റവും ടോളൻ ബിൽഡിങ്ങുകൾ ആരുടെ കൈവശമാ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ കാത്തിരുന്നോളൂ. ലോകത്തെ ഏറ്റവും വലിയ ടോളൻ ബിൽഡിങ്ങുകൾ, ടോളസ്റ്റ് ബിൽഡിങ്ങുകളുടെ ഉടമകളായി ആര് വരുമെന്നാ റസൂലുള്ള പറഞ്ഞത്? ചെരുപ്പ് ധരിക്കാതെ ഇന്നലകളിൽ തെരുവിൽ നടന്നവർ, അതുപോലെ തന്നെ ഉടുക്കാൻ മുണ്ടില്ലാതെ നടന്നവർ. അടുത്ത വാക്ക് നിങ്ങൾ കേട്ടോളൂ, ആട്ടിടയന്മാർ വലിയ വലിയ കെട്ടിടങ്ങളുടെ ഉടമകളാകുമെന്ന് റസൂലുള്ള പറഞ്ഞതിന്റെ അർത്ഥം അറിയണമെങ്കിൽ സാക്ഷാൽ ആട്ടിടയന്മാർ അറബികളാണ്. സാക്ഷാൽ ആട്ടിടയന്മാർ അറബികളല്ലേ? ആടില്ലാതെ അറബികൾക്കുണ്ടോ ജീവിതം? ഇന്നും അറബികളുടെ ആട് മേയ്ക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് മലയാളി അവൻ കൊണ്ടുപോയി മസറയെ തള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു പുസ്തകം ഇറങ്ങി കേരളത്തിൽ, ആട് ജീവിതം, അല്ലേ? വായിച്ചിട്ടുണ്ടോന്നോ? ആളൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു സുഹൃത്ത് പറഞ്ഞു, ആട് ജീവിതത്തിലെ നജീബ് എന്റെ അയലോക്കത്തുകാരനാണ് നജീബിക്കാന്ന്. എന്റെ ആറോട്ടുപുഴക്കാരനൊരു സുഹൃത്ത് പറഞ്ഞു, ഒരു ഉസ്താദ് പറഞ്ഞു, നജീബിക്ക എന്റെ അടുത്താണ്, ഇവരുടെ ഫോട്ടോ ഞാൻ ഉസ്താദിനെ അയച്ചു തരാം, എപ്പോഴും പാവം മനുഷ്യനാണ്, എപ്പോഴും ഖത്തറിലാന്ന് പറഞ്ഞു. നാട്ടിൽ വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറുള്ളൂ, ഇപ്പോഴും ഖത്തറിലുണ്ടെന്ന്. ആട് ജീവിതം. അറബിക്ക് ആട് മെക്കാൻ വേണ്ടിയിട്ട് മസറെ പോയി കുടിപാർത്തിട്ട് അവൻ ഉടുക്കാനോ കുടിക്കാനോ ഉണ്ണാനോ വക നൽകാതെ ആടിനേക്കാൾ ഹീനമായ നിലയിൽ മനുഷ്യനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പറ്റം കാടന്മാർ ഇന്നും ജീവിക്കുന്ന ഭൂപ്രദേശമാണ് അറേബ്യ എന്നാണ് ഈ പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള ആട്ടിൻ പറ്റങ്ങളെ മേച്ചു നടന്ന ആളുകൾ എന്ത് ചെയ്യുമെന്നാ റസൂലുള്ള പറഞ്ഞത്? യത്തത്താവലൂന ഫിൽ ബുൻയാൻ, നെടുനീളൻ കെട്ടിടങ്ങൾ പണിയുന്ന കാഴ്ച കാണുമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഓർക്കുക ബുർജ് ഖലീഫയെ, നിങ്ങൾ ഓർക്കുക ദുബൈയിൽ ഗൾഫിൽ ഇനി പണിയാൻ വേണ്ടിയിട്ട് അറേബ്യയുടെ ഭരണകർത്താവായ രാജാവ് തീരുമാനിച്ചിരിക്കുന്ന 1 കിലോമീറ്റർ നീളമുള്ള കെട്ടിടത്തെക്കുറിച്ചുള്ള ഓഫർ, അതൊക്കെ നമ്മുടെ മുമ്പിൽ വരണം. ബുർജ് ഖലീഫ. ആട് മേയ്ക്കുന്ന സമൂഹത്തിന്റെ പ്രതിനിധികൾ ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം പണിതു. 840 മീറ്ററാണ് അതിന്റെ ഉയരം. 1 കിലോമീറ്ററിന് ഏതാനും ചില മീറ്ററുകളുടെ കുറവുള്ള 1 കിലോമീറ്റർ ആകാശത്തിലേക്ക് പൊങ്ങി നിൽക്കുന്നെന്ന്. എന്താ റസൂലുള്ള പറഞ്ഞത്? യത്തത്താവലൂന ഫിൽ ബുൻയാൻ, അവർ നീളമുള്ള ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങൾ പണിയുമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ നമ്മൾ കണ്ടതാ. അക്കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമുദായത്തിനാണ് ഇപ്പൊ മത്സരം കൂടുതലെന്നൂടെ കാണുകയാണ്. ലോകത്തെ അറിയപ്പെട്ട 3 പൊക്കമുള്ള ബിൽഡിങ്ങുകൾ, അത് മുഴുവൻ മുസ്ലിമിന്റെ കയ്യിലാണ്. മലേഷ്യയിലെ പെട്രോണാസ് ടവറും നമ്മൾ ആലോചിക്കുമ്പോ ഇനി ഇത് രണ്ടും തികയാഞ്ഞിട്ട് 1 കിലോമീറ്റർ തികച്ച് 1000 മീറ്ററിൽ പണിയാൻ പോകുന്നു സൗദി അറേബ്യ. 1 കിലോമീറ്റർ പൊക്കമുള്ള കെട്ടിടം പണിയാത്തത് കൊണ്ട് ലോകത്തിനൊരു ദോഷവും വന്നിട്ടല്ല. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് യാഥാർത്ഥ്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യത്തത്താവലൂന ഫിൽ ബുൻയാൻ, അന്ത്യനാളാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുമെന്ന്. ഈ കെട്ടിട സമുച്ചയങ്ങൾ ലോകത്ത് സൃഷ്ടിക്കുന്ന ആഘാതങ്ങള് ലോകത്തിന് താങ്ങാനാവാതെ ആകാശവും ഭൂമിയും വിറകൊള്ളുമെന്ന് തഖുലത്ത് ഫിസ്സമാവാതി വൽ അർള്. ആകാശവും ഭൂമിയും പിടിച്ചു നിൽക്കാനാവാതെ പതറിപ്പോകുന്ന നാളുകൾ, ആ നാളുകൾ അവസാനത്തിന്റെ അടയാളമാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ നമ്മളോട് വിളംബരം ചെയ്യുമ്പോൾ അന്ത്യനാളിന്റെ അത്ഭുതങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, ഖുർആനിനെ നിങ്ങൾ ഈ വിധത്തിൽ വായിക്കാൻ ശ്രമിച്ചാൽ, ഖുർആനിനെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഒന്നൊന്നായി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വന്ന് നൃത്തം ചെയ്യുന്ന കാഴ്ചയാ നമുക്ക് കാണാൻ പറ്റുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? ആകാശത്തിനും ഭൂമിക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ റസൂലുള്ള ഖുർആൻ പറയുകയാണ്, ഫഇദൻ നുജൂമു തുമിസത്ത് വഇദസ് സമാഉ ഫുരിജത്ത് വഇദൽ ജിബാലു നുസിഫത്ത് ലിഅയ്യി യൗമിൻ ഉജ്ജിലത്ത്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആകാശത്തിനും ഭൂമിക്കും താങ്ങാനാവാത്ത സ്ഥിതിവിശേഷം വരുന്നതിന്റെ ഒരു വ്യാഖ്യാനം ഖുർആൻ പറയുകയാണ്. എന്താ പറയുന്നത്? ഇതൻ നുജൂമു തുമിസത്ത്, നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങുന്ന നാളുകൾ വന്നാൽ അന്ത്യനാൾ താനേ വന്നോളും. പിന്നെ ആരും ചോദിക്കണ്ട എപ്പോഴാണ് അന്ത്യനാൾ, എന്നാണ് അന്ത്യനാൾ വരിക എന്ന് ചോദിച്ച് പിന്നെ ആരും നിലവിളിക്കേണ്ടി വരികയില്ല. നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങുന്ന കാലം വന്നാൽ അത് അന്ത്യനാളിന്റെ സൂചനയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്ക്. നക്ഷത്രങ്ങൾ എത്രയാണ്? അതിനളവില്ല, കണക്കില്ല. സുരഗോള ലക്ഷങ്ങൾ എത്രയാണ്? ലക്ഷക്കണക്കിന് നക്ഷത്ര സമുച്ചയങ്ങൾ ആർത്തിരമ്പുന്ന ആടിത്തിമറക്കുന്ന ആകാശപ്രപഞ്ചങ്ങളിൽ
ഒന്നൊന്നായി നക്ഷത്രങ്ങൾ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. ആധുനിക ശാസ്ത്രത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആചാര്യൻ സർ സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹം ലോകത്തോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം നക്ഷത്രങ്ങൾ കെട്ടടങ്ങുന്നു എന്നാണെങ്കിൽ അള്ളാഹു പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അന്ത്യനാൾ വരുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുന്നവരോട് പറയുകയാ, ഇദൻ നുജൂമു തുമിസത്ത്, നക്ഷത്രങ്ങൾ കെട്ടടങ്ങുമ്പോൾ അന്ത്യനാൾ താനേ വന്നുകൊള്ളുമെന്ന് പരിശുദ്ധ ഖുർആൻ. നക്ഷത്രങ്ങൾ കെട്ടടങ്ങുമ്പോൾ അന്ത്യനാൾ താനേ വന്നോളുമെന്ന് അറിയോ? ഇപ്പൊ നോക്കൂ, നക്ഷത്രങ്ങൾ ഒന്നൊന്നായി അതിന്റെ പ്രകാശം ഇങ്ങനെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന്. എത്രയോ കോടി വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഇനിയും ഒരുപാട് കത്തും. ഇവയൊന്നും എരിഞ്ഞടങ്ങാൻ പോകുന്നില്ല എന്നാരെങ്കിലും ഭാവിച്ചെങ്കിൽ ഓർത്തുകൊള്ളുക, നക്ഷത്രങ്ങൾ ഒന്നൊന്നായി എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ന് ലോകത്തെ ശാസ്ത്രത്തിന്റെ ഉപ്പൂപ്പ സാക്ഷാൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ. അതിനാണ് ഇന്ന് അദ്ദേഹത്തെ ലോകം ഏറ്റവും കൂടുതൽ ആദരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരെന്താണ്? നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങിയാൽ ആ എരിഞ്ഞടങ്ങിയ നക്ഷത്രത്തിന് പറയുന്ന പേരെന്താണെന്നറിയോ? അതിന്റെ പേരാണ് തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ. തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അതിന്റെ ഹീലിയവും ഹൈഡ്രജനും കൊണ്ടും കൊടുത്തും കത്തി 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 ലക്ഷോപലക്ഷം വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രങ്ങൾ അതിന്റെ വാതകങ്ങൾ തീർന്നിട്ട് ഗുരുത്വാകർഷണം മൂലം അതിന്റെ വാതകങ്ങൾ സ്വയം അതിന്റെ ഉള്ളിലേക്ക് അമർന്നുപോയിട്ട് നക്ഷത്രങ്ങളുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് ബ്ലാക്ക് ഹോളായി തമോഗർത്തമായി പരിണമിക്കുന്നു എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രത്തിന്റെ പഠിപ്പുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ലോകത്തിന് താങ്ങാനാവാത്ത സ്ഥിതിയാണ് സൃഷ്ടിക്കുക എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പണ്ടേ പറയുകയാണ്. അപ്പൊ അന്ത്യനാളിൽ നക്ഷത്രങ്ങൾ കെട്ടടങ്ങുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഈ ആകാശസീമകളിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾ അതിന്റെ പ്രകാശം നഷ്ടപ്പെട്ട് പൊലിഞ്ഞു പോകുമെന്നത്, കെട്ടടങ്ങുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് പറയാൻ ഒരു ഗ്രന്ഥത്തിന് അല്ലെങ്കിൽ ഒരു നാക്കിനൊരു മനുഷ്യന് കഴിഞ്ഞെങ്കിൽ അത് അള്ളാഹുവിന്റെ പരിഭാഗത്ത് നിന്നുള്ള അറിവാണത്. അതാണ് പരിശുദ്ധ കലാമിന്റെ ഏറ്റവും വലിയ അത്ഭുതം. നക്ഷത്രങ്ങൾ ഒന്നൊന്നായി കെട്ടടങ്ങുമ്പോൾ അത് ബ്ലാക്ക് ഹോളുകളായി മാറുകയാണ്. ബ്ലാക്ക് ഹോളുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തമോഗർത്തമെന്നാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? ആകാശസീമകളിൽ അള്ളാഹു പടച്ചുകൂട്ടിയിരിക്കുന്ന ഗോള സമുച്ചയങ്ങൾക്കിടയിൽ അള്ളാഹു സ്വർഗ നരകങ്ങളെ തീർത്തുവെച്ചിരിക്കുന്നുവെന്ന് നമ്മളോട് പ്രഖ്യാപിച്ചപ്പോൾ സ്വർഗം ഞങ്ങൾ കണ്ടിട്ടില്ല, നരകം ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് കാണാത്ത സ്വർഗവും നരകവും പറഞ്ഞ് ഞങ്ങളെ വെറുതെ ഭീഷണിപ്പെടുത്തരുതേ മുഹമ്മദേ, അതുകൊണ്ട് സ്വർഗം നരകങ്ങളെന്നുള്ള വിദ്യാസങ്കല്പങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ വഴി തെറ്റിക്കാൻ ശ്രമിക്കണ്ടെന്ന് മക്കയിലെ കുഫാറുകൾ പറയുമ്പോഴാ റസൂലുള്ള പറയുന്നത് നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങും. നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നൊന്നായിട്ട്. ഈ സൂര്യൻ തന്നെ അതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയും, ശാസ്ത്ര പുസ്തകത്തിലുണ്ടത്. ഹീറ്റ് ഡെത്ത് സംഭവിക്കാൻ പോകുന്നു സൂര്യന്, താപമരണം വരാൻ പോകുന്നു സൂര്യന്. സൂര്യനും അതിന്റെ മരണം സംഭവിക്കും. ഇല്ലേ? പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുള്ളവരോട് ചോദിക്കും നിങ്ങൾ. അങ്ങനെ ഫൈദൻ നുജൂമു തുമിസത്ത്, നക്ഷത്രങ്ങളെല്ലാം പ്രകാശം പൊലിഞ്ഞുപോയി എരിഞ്ഞടങ്ങുന്ന നാള് വന്നാൽ അത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് ഈ ലോകത്തോട് പറയാൻ പരിശുദ്ധ ഖുർആനിന് കഴിഞ്ഞിട്ടുണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേയെങ്കിൽ. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ട് അത് സത്യമായി മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു ജനതയാണ് നമ്മൾ. പക്ഷേ ഇതൊരു ഭാഗ്യമാണെന്ന് നമ്മൾ അറിയുമ്പോഴും അതിന്റെ മറുവശം നാം അറിയേണ്ടതുണ്ട്. അതെന്താണ്? ഈ ഭാഗ്യം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് അന്ത്യനാളിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ണുകൂർപ്പിച്ചിരിക്കാൻ കഴിയും എന്ന് നാം തിരിച്ചറിയണം. അന്ത്യനാൾ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോ നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അന്ത്യനാളിനെ കുറിച്ചാണ്. അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ലോകമെന്ന് നമ്മോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയൊരു പരമയാഥാർത്ഥ്യം. വീണ്ടും എന്താ അല്ലാഹു പറഞ്ഞത്? ആകാശം കീറപ്പെടുമ്പോൾ, ആകാശം വിണ്ടുകീറുമ്പോൾ, ആകാശം കീറി മുറിക്കപ്പെട്ടാൽ അന്ത്യനാൾ താനേ വന്നുകൊള്ളുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാം നമ്മളോട്. ആകാശം കീറപ്പെടുന്നുണ്ടോ? അങ്ങനെ പറയുന്നവരുണ്ടോ ലോകത്ത്? സഹോദരങ്ങളെ, ആകാശം ഒരു മേൽക്കൂരയാണ് എന്ന് ഈ അടുത്ത കാലത്ത് ഓസോൺ ദിനം ആചരിച്ചപ്പോൾ ലോകത്തിന്റെ പത്രമാധ്യമങ്ങളിലും മാസിമക്കുകളിലുമൊക്കെ നമ്മൾ കണ്ട ഒരു ടൈറ്റിലുണ്ട്. എന്താണെന്നറിയോ? ഓസോൺ ലോകത്തിന്റെ മേൽപ്പുര. ഓസോൺ ലോകത്തിന്റെ മേൽപ്പുര എന്നാണ് ശാസ്ത്രലോകം പറഞ്ഞത്.
പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതെന്താ? വജഅൽന സമാഅ സഖഫൻ മഹ്ഫൂളാ. അല്ലാഹ് പറഞ്ഞതാ വജഅൽന സമാഅ സഖഫൻ മഹ്ഫൂളാ. ആകാശത്തെ നാം സുരക്ഷിതമായ ഒരു മേൽപ്പുരയായിട്ടാണ് പണിതു വെച്ചിരിക്കുന്നതെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹ് പറഞ്ഞതാ. 14 നൂറ്റാണ്ട് മുമ്പ് പറയാണ് ആകാശം ഒരു മേൽപ്പുരയാണ്, അവിടെ സുരക്ഷിതത്വത്തിന്റെ ഓസോൺ പാളിയുണ്ട്. ആ ഓസോൺ പാളിയിലൂടെ നമുക്ക് സുരക്ഷിതത്വം ഒരുക്കുകയാണ് അല്ലാഹു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആകാശം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചൊന്നും ലോകത്തിനറിയില്ല. പക്ഷേ നാം കണ്ടെത്തി, നാം തിരിച്ചറിഞ്ഞു. ഓസോൺ പാളികൾ ഉള്ളത് കൊണ്ടാണ് സൂര്യനിൽ നിന്ന് പ്രവഹിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ, എക്സ്റേ രശ്മികൾ, അങ്ങനെ ഒരുപാട് ഹാനികരമായ കിരണങ്ങളെ ഓസോൺ പാളികളാണ് തടഞ്ഞു നിർത്തുന്നത്. കേവലം ഒരു 3 മില്ലിമീറ്റർ മാത്രം കനമുള്ള ഓസോൺ പാളി. ചില ഭാഗങ്ങളിൽ ഓസോൺ പാളിയുടെ കനം കേവലം 3 മില്ലിമീറ്റർ മാത്രമാണ്. ഒരു കുടശീലയുടെ മാത്രം കനമേ ഉള്ളൂ. പക്ഷേ ആകാശസീമകളിൽ നിന്ന്, സൂര്യനിൽ നിന്നും ഉത്സർജിച്ചുകൊണ്ടിരിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ ആ ഓസോൺ പാളിയെ കടന്നു വന്നില്ലാതെ, ആ പാളികളില്ലാതെ അതിനെ കീറി മുറിച്ചുകൊണ്ടെങ്ങാനും ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഭൂമിക്കത് താങ്ങാനാവില്ല എന്ന് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിച്ചു തന്നില്ലേ? സഖുലത്ത് ഫിസ്സമാവാതി വൽ അർള്. ആകാശത്തിനും ഭൂമിക്കും താങ്ങാനാവാത്ത സാഹചര്യം വരുന്നത് ഓസോൺ പാളികളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോൾ ാണ് എന്ന് നമ്മളോട് ഇന്ന് ശാസ്ത്രം പറഞ്ഞു തരുമ്പോ അല്ലാഹ് പറയുകയാ വൈദസ്സമാഉ ഫുരിജത്ത്. ആകാശം കീറി മുറിക്കപ്പെടുമ്പോൾ, ആകാശം ഓസോൺ പാളി കീറിപ്പോയി അതിനെ കുത്തിക്കെട്ടാനുള്ള പരിശ്രമത്തിലാണെന്ന് ശാസ്ത്രലോകം ഏർപ്പെട്ടിരിക്കുന്നത്. ഓസോൺ പാളിയെ കുത്തി തയ്ക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാണ്. അവന് താങ്ങാനാവാത്ത രോഗങ്ങളുണ്ടാകും. പണ്ടൊക്കെ നമ്മൾ ഒരു ക്യാൻസർ രോഗി, നാട്ടിൽ ഒരു ക്യാൻസർ രോഗി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതത്തോടും സഹതാപത്തോടും കൂടി ആ മനുഷ്യനെ കാണുമായിരുന്നു. ഓ, അയാൾക്ക് ക്യാൻസർ ബാധിച്ചു എന്ന് നാടാകെ ചർച്ചയാകും. ഇന്ന് ക്യാൻസർ ഇല്ലാത്ത ഒരാളുണ്ടെന്ന് പറഞ്ഞാലാണ് ഇന്ന് ചർച്ച. അത്രമേൽ നമുക്ക് താങ്ങാനാവാത്ത വിധത്തില് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും നമ്മളൊരു ടെസ്റ്റിന്റെ അവസാനം പലപ്പോഴും അപ്രതീക്ഷിതമായി അവന് ക്യാൻസറാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഈ ഭൂമിക്ക് മുകളിൽ വരാനുള്ള കാരണത്തെക്കുറിച്ച് ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? എ സിയിലും അതുപോലെ തന്നെ റെഫ്രിജറേറ്ററിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്രത്യേക വാതകമുണ്ടല്ലോ, CFC എന്ന് പറയുന്ന ആ വാതകം അന്തരീക്ഷത്തിലേക്ക് ഉയരുമ്പോൾ ആ ഉയരുന്ന വാതകം ആകാശത്തിലെ ഓസോൺ പാളികളെ അത് വിഘടിപ്പിക്കുകയാണ്. ഓസോൺ പാളികളെ അത് കീറി മുറിച്ച് ഓസോൺ പാളികളിൽ അത് വിള്ളലുണ്ടാക്കുകയാണ്. അങ്ങനെ വിഘടിപ്പിക്കുമ്പോൾ അവിടെ ഓസോൺ പാളികൾ കീറിപ്പോവുകയാണ്. കീറിപ്പോകുന്ന ഓസോൺ പാളികൾക്കിടയിലൂടെ എക്സ്റേ അൾട്രാ വയലറ്റ് രശ്മികൾ മനുഷ്യന്റെ ശരീരത്തിലേക്ക്, തൊലിപ്പുറത്തേക്ക് നേരിട്ട് വന്ന് പതിക്കുമ്പോൾ അത് താങ്ങാനാവാത്തതിന്റെ പേരിൽ മനുഷ്യനിൽ ക്യാൻസർ ഉണ്ടാകുന്നു. ലോകത്ത് ക്യാൻസർ പെരുകാൻ കാരണം അതാണെന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം നമ്മളോട് പറഞ്ഞു തരുമ്പോ സഹോദരന്മാരെ, നമ്മൾ അറിയണം, വൈദസ്സമാഉ ഫുരിജത്ത്. ആകാശം കീറിമുറിക്കപ്പെടുമ്പോ നമ്മൾ കാത്തിരുന്ന ബഹുമാന്യനായ അബൂബക്കർ ഹുദവിയും എത്തിക്കഴിഞ്ഞു. അതെ, മുനീർ ഹുദവിയും എത്തി. അപ്പോ ഞാനിനി ഏറെ ദീർഘിപ്പിക്കാതെ ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദിന്റെ അനുസ്മരണ പ്രഭാഷണത്തിന് നമുക്ക് വഴിമാറാം. ഞാൻ ചെറിയ ചില സൂചനകൾ തരാൻ. ഇതൊരു വലിയ വിശാലമായ ഒരു സാമ്രാജ്യമാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്ത് പറയാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, ആ സംഭവഗതികളിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ജീവിക്കാൻ ഭാഗ്യം അല്ലെങ്കിൽ ദൗർഭാഗ്യം എന്തോ ലഭിച്ച ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും പക്ഷേ ഇവകൾ കാണാതെ പോകരുത് എന്നാണ് എന്റെ വിനീതരായ സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് നാം ഇന്നും ഇത് നാം അറിയുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള പരമാർത്ഥം അറിയുന്നില്ലെങ്കിൽ അത് ഭീകരമാണ്. അതുകൊണ്ട് വൈദസ്സമാഉ ഫുരിജത്ത്, ആകാശം കീറപ്പെട്ടാൽ അതിന്റെ പേരിൽ ലോകത്തിന് താങ്ങാനാവാത്ത സ്ഥിതിവിശേഷം വരുമെന്ന്, ചൂട് കൂടുമെന്ന്, അതുപോലെ തന്നെ ഭൂമിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള വാതകങ്ങളുടെ കിരണങ്ങളുടെ ഉത്സർജനത്തിലൂടെ ഈ ഭൂമിയുടെ അന്തരീക്ഷം വെന്തുരുകുമെന്ന്, ഈ ഭൂമിയുടെ അന്തരീക്ഷം ചുട്ടുനീറുമെന്ന്, അങ്ങനെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ
അവൻ ഇന്നലെ സങ്കല്പിച്ചിട്ടില്ലാത്ത രോഗങ്ങൾക്ക് വിധേയമാകുമെന്ന് വഇദ സമാഉ ഫുരിജത്ത്. വീണ്ടും അല്ലാഹു പറയുകയാണ് വഇദൽ ജിബാലു നുസിഫത്ത്. പർവ്വതങ്ങൾ ഇടിച്ചു നിരത്തപ്പെട്ടാലും ലോകാന്ത്യം വരുമെന്ന്. പർവ്വതങ്ങൾ ഇടിച്ചു നിരത്തപ്പെട്ടാൽ ലോകാന്ത്യം വരും. നുസിഫത്ത്, അത് ധൂളിയാക്കപ്പെടുമ്പോൾ അത് ലോകാന്തത്തിന്റെ ഒരു സൂചനയാണ്. ലോകം പൊടുന്നനെ അങ്ങ് അസ്തമിക്കുകയല്ല, അസ്തമിക്കുന്നതിന് മുമ്പ് അതിന്റെ അടയാളങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കും. എത്രയോ പർവ്വതങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇന്ന് കാണപ്പെടുന്നില്ല. വലിയ വലിയ കുന്നുകളൊക്കെ ഇടിച്ചു നിരത്താപ്പക്കപ്പെട്ടിട്ട് വെറും ധൂളിയായി പർവ്വതങ്ങൾ മാറ്റപ്പെട്ടു. അങ്ങനെ വൈദൽ ജിബാലു നുസിഫത്ത്, പർവ്വതങ്ങൾ ധൂളിയാക്കപ്പെട്ടാൽ ഭൂമിയുടെ സന്തുലനത്തിന് വേണ്ടി, അതിന്റെ നല്ല നിലനിൽപ്പിന് വേണ്ടി, ഉറച്ചു നിൽപ്പിന് വേണ്ടി അല്ലാഹു തആല ഭൂമിയിൽ വജഅൽനൽ ജിബാല ഔതാദാ, പർവ്വതങ്ങളെ അല്ലാഹു ഭൂമിയുടെ ആണിയാക്കി എന്നാ അല്ലാഹു പറഞ്ഞത്. ആണിയാക്കി എന്ന് പറഞ്ഞാൽ എന്തിനാ ആണിയടിക്കുന്നത്? ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഭൂമി ഉറച്ചു നിൽക്കാൻ, അതിന്റെ സന്തുലിതാവസ്ഥ, ബാലൻസ് കീപ്പ് ചെയ്യാൻ മലയില്ലെങ്കിൽ പറ്റില്ല. നമ്മൾ നിരപ്പുള്ള ഭൂമിയിൽ നടക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നും, പക്ഷേ ഈ നിരപ്പുള്ള ഭൂമിയെ ബാലൻസ് ചെയ്യാൻ അപ്പുറത്ത് അല്ലാഹു തആല കുന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ കിടങ്ങുകളുണ്ട്, സമുദ്ര കിടങ്ങുകളുണ്ട്. അല്ലാഹു ബാലൻസ് ചെയ്യുന്നത് പർവ്വതങ്ങളിലൂടെയാണ്. നിങ്ങൾക്കറിയുമോ, മരീന ട്രഞ്ച് എന്ന് പറയുന്ന സുപ്രസിദ്ധമായ സമുദ്രക്കിടങ്ങ്, 9 കിലോമീറ്റർ ആഴമുള്ള സമുദ്രക്കിടങ്ങ് വെള്ളം നിറഞ്ഞു കിടക്കുമ്പോ ഭൂമിയുടെ ഒരു ഭാഗം ഒരുപക്ഷെ ചെരിഞ്ഞു പോകാനിടയുണ്ട്. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗത്തിൽ നമ്മയും കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ ഒരു ഭാഗത്ത് 9 കിലോമീറ്ററിൽ സമുദ്രക്കിടങ്ങിന് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഈ ഭൂമി ചെരിയില്ലേ? എന്തേ ചെരിയാത്തു? ചെരിയാതെ ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ മറുഭാഗത്തൊരു ബാലൻസ് വേണ്ടേ? വേണം. അല്ലാഹു തആല അപ്പുറത്ത് ഹിമവാന ഉയർത്തി നിർത്തിയതും 9 കിലോമീറ്റർ പൊക്കത്തിലല്ലേ? 8848 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ബുർജ് ഖലീഫയുടെ അത്രയും പൊക്കം തന്നെയാണ് ഹിമാലയ സാനുക്കൾക്കുള്ളത്. ഹിമാലയ പർവ്വതം ഒരു ഭാഗത്ത് മലയായി ഉയർന്നു നിൽക്കുമ്പോൾ മറുഭാഗത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി മരീന ട്രഞ്ച് 9 കിലോമീറ്റർ ആഴത്തിൽ ഭൂമിയിൽ താണുകിടക്കുമ്പോൾ ഈ ബാലൻസിങ്ങിലൂടെയാണ് ഈ ലോകത്തെ നാം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അല്ല പറയുമ്പോ, മലകളിലൂടെ അല്ല ഭൂമിയുടെ ബാലൻസ് നിലനിർത്തിയെങ്കിൽ ആ മലകളെ തട്ടിത്തകർക്കുമ്പോൾ ഭൂമിയുടെ ബാലൻസ് ചെറിയ അളവിലെങ്കിലും നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ചെറിയ ചെറിയ ഇളക്കങ്ങൾ, ചെറിയ ചെറിയ വിള്ളലുകള്, കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ അള്ളാഹുവിന്റെ റസൂല് വളരെ വ്യക്തമായ ഭാഷ പറഞ്ഞതാണ്. ഇങ്ങനെ എണ്ണി പറഞ്ഞു അവസാന നാൾ വരുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷങ്ങൾ, പുരോഗമനത്തിന്റെ പേരിൽ നമ്മൾ അഭിമാനിക്കുന്ന പലതും പക്ഷെ ലോകത്തിന്റെ അവസാനത്തിന്റെ മുന്നോടിയാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞു യതഖാറബുൽ അസ്മാൻ, കാലം അടുത്തടുത്ത് വരുമെന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണ്. കാലം വളരെ വേഗമാകുമെന്ന്, വർഷം പോലെ മാസം പോകുമെന്ന്, മാസം പോലെ വർഷം പോകുമെന്ന് റസൂലുള്ള. അതുപോലെ തന്നെ ആഴ്ച പോലെ മാസം കടന്നു പോകുമെന്ന്, ദിവസം പോലെ ആഴ്ച പിന്നിട്ട് പോകുമെന്ന്, അതുപോലെ ഒരു മണിക്കൂർ പോലെ ദിവസം കടന്നു പോകുമെന്ന്, വെറും തീയാളുന്നത് പോലെ ഒരു മണിക്കൂർ കടന്നു പോകുമെന്ന് അള്ളാഹിന്റെ റസൂല് കൃത്യമായി ഞാൻ അതിന്റെ പദങ്ങൾ ഉപയോഗിക്കാൻ സമയക്കുറവ് കൊണ്ട് ശ്രമിക്കാതിരിക്കുകയാണ്. അള്ളാഹിന്റെ റസൂല് പറയുകയാണ് വേഗമെന്ന്. നമ്മളൊക്കെ പറയുന്നു ഇപ്പൊ അങ്ങനെ തന്നെ. അള്ളാഹിന്റെ റസൂല് പറയാൻ എല്ലാവരും പറയുകയാണ്. ഇപ്പോ എന്താ പറയുന്നത്? നമ്മളൊക്കെ ബിസിയുടെ ലോകമാ, എല്ലാവർക്കും തിരക്കാണ്, സമയം തികയുന്നില്ല. ഒരു 10-20 കൊല്ലം നമ്മളൊക്കെ പറഞ്ഞെന്താണ്? ടൈം പാസിന് വഴിയുണ്ടോ, നേരം പോക്കിന് വഴിയുണ്ടോ എന്ന് ആലോചിച്ച നമ്മൾ ഇന്ന് നേരം പോക്കിന് വേണ്ടി പോയിട്ട് നമുക്കൊരൽപ്പം TV കാണാൻ നേരമില്ലെന്ന് പരാതി, പത്രം വായിക്കാൻ നേരമില്ലെന്നാ പരാതി, മക്കളോട് ഒത്തിരിക്കാൻ നേരമില്ലെന്നാ പരാതി, ഒന്നിനുമില്ല നമുക്ക് നേരം. എല്ലാവരും പറയുകയാണ് ബിസിയാണെന്ന് പറഞ്ഞാൽ ആ സമയത്തിന്റെ ബർക്കത്ത് പോയി. സമയം അതിശീഘ്രം പാഞ്ഞു പോകും. കാലത്തിന്റെ ഗതിവേഗം അന്ത്യനാളിന്റെ അടയാളമാണെന്ന് നബിയുനാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ വയതഖാറബുൽ അസ്വാഖ്, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റുകൾ അടുത്തുകൂടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. മാർക്കറ്റുകൾ അടുത്തുകൂടും. ലാ തഖൂമു സഅതു ഹത്താ യതഖാറബുൽ അസ്വാഖ് വയതഖാറബു സമാൻ. റസൂലുള്ളാഹി പറഞ്ഞു അന്ത്യനാൾ സംഭവിക്കുകയില്ല കിലോമീറ്റർ അടുത്തടുത്ത് തിങ്ങി വരുന്നത് വരെ. പണ്ടൊക്കെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൗണാണ്, ഒരു നാടാണ്. നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് സിറ്റികളെല്ലാം ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്ററിന്റെ അകലത്തിലാണ്. കാരണം അതൊരു മാർക്കറ്റാണ്. ഇവിടെ ഒരു മാർക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത മാർക്കറ്റ് ഒരു 20 കിലോമീറ്റർ അപ്പുറത്താ, 15 കിലോമീറ്റർ അപ്പുറത്താ. ഏതാണ്ട് നമ്മുടെ അടുത്തടുത്ത കൊള്ളാവുന്ന സിറ്റികളൊക്കെ ഒരു 15 കിലോമീറ്റർ അകലത്തിൽ. അതൊരു മാർക്കറ്റായിരുന്നു ഒരു നാട്ടിൽ ഒരു മാർക്കറ്റ്. പക്ഷേ ഇന്ന് ഒരു നാട്ടില് 10 സൂപ്പർ മാർക്കറ്റായി, അല്ലേ? ഒരു നാട്ടിൽ ഇന്ന്
10 സൂപ്പർ മാർക്കറ്റായി. അടുത്തടുത്ത് മാർക്കറ്റുകൾ അടുത്തടുത്ത് വന്നു. സൂപ്പർ മാർക്കറ്റുകൾ പെരുകി വരുന്നു. യതഖാറബുൽ അസ്വാഖ്. സൂക്ക് ഗോൾഡ് സൂക്കാണ്. ഇപ്പൊ പുസ്തകത്തിന്റെ സൂക്കാണ്, പുസ്തക ചന്തയാണ്, സ്വർണത്തിന്റെ ചന്തയാണ്, വെള്ളിക്ക് ചന്തയാണ്. എല്ലാത്തിനും വേറെ വേറെ ചന്തകൾ എല്ലാം ഇങ്ങനെ തിങ്ങി കൂടി വരുമ്പോ ലോകത്തിന് താങ്ങാനാവാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് ലോകം മാറുമെന്നും അത് അന്ത്യനാളിന്റെ സൂചനയാകുമെന്നും നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ബഹുമാനപ്പെട്ട ഹുദവി എത്തിയതോടുകൂടി നമുക്ക് അനുസ്മരണ പ്രഭാഷണം കേൾക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറയുകയുണ്ടായി, ഇത് മാത്രമൊന്നുമല്ല, തുരുതുര എണ്ണി പറഞ്ഞുകൊണ്ട് റസൂലുള്ള പറയുകയുണ്ടായി, ഇദത്തുഹിദൽ ഫൈഉ ദിവല, പൊതുമുതലിൽ അഴിമതി പെരുകുമ്പോ അതും ലോകത്തിന്റെ അവസാനമാണ്. അതും ലോകത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പിന്നെന്താ, വൽ അമാനത്ത് മഗനമ, എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് സ്വന്തം മുതൽ പോലെ ഉപയോഗിക്കുന്ന കാലം വരുമെന്ന്. വീട്ടിലെ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേച്ചു പോകാൻ നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആരെയെങ്കിലും 10 രൂപ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനോട് പിണങ്ങിയിട്ടല്ലാതെ തിരിച്ചു മേടിക്കാൻ പറ്റൂല. വിശ്വസിച്ചേൽപ്പിക്കുന്ന മുതൽ സ്വന്തം പോലെ ഉപയോഗിക്കുകയും തിരിച്ചു കൊടുക്കാൻ ലോകം വിസമ്മതിക്കുകയും ചെയ്യുന്ന കാലം വരുന്നത് അവസാന നാളിന്റെ മുന്നോടിയാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം കൊടുത്തിട്ട് മര്യാദയ്ക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ടാവും? ആലോചിച്ചോക്ക്. കടം കൊടുത്തിട്ട് അമാനത്തല്ലേത്, വിശ്വസിച്ചിട്ടേപ്പിക്കല്ലേത്, അതും അങ്ങനെ തന്നെ കാണണ്ടേ? പിണങ്ങാതെ കടം കൊടുത്ത കാശ് തിരിച്ചു മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഭാഗ്യവാൻ. എങ്കിലും കടം കൊടുക്കണേ, അത് സുന്നത്താ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കടം കൊടുക്കൽ സുന്നത്താണ്, പലിശ ഹറാമാണ്. പലിശ ഇല്ലാതാകണമെങ്കിൽ കടത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ കടം കൊടുത്തും വാങ്ങിയുള്ള വ്യവസ്ഥ നിലനിൽക്കണം. പക്ഷേ പലിശയ്ക്ക് വാങ്ങിയ സമയത്തിന് 1 മണിക്കൂർ മുമ്പേ കൊടുത്തിട്ടുണ്ടാകും. കടം മേടിച്ചാലോ 1 കൊല്ലം കഴിഞ്ഞാലും കൊടുക്കൂല. നമ്മുടെ സമുദായത്തിന് പോലും ഈ ഗതികേട് പറ്റിപ്പോയി. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഇങ്ങനെയൊക്കെ വന്നാൽ ഇങ്ങനെയുള്ള ഈ ലോകത്തെ സമൂഹത്തെയും കൊണ്ട് ഈ ലോകമേറെ നാൾ മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുകയില്ല. അത് ഭൂമിക്ക് താങ്ങാനാവാത്ത ഭാരമായിരിക്കും. തഖുലത്ത് ബിസ്സമാവാതി വൽ അർള്. വീണ്ടും പറഞ്ഞു, വസക്കാത്തു മഖറമ, സക്കാത്ത് കൊടുക്കാതെ കെട്ടിക്കിടക്കും കടമായി. ദീനി വിദ്യാഭ്യാസം ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കപ്പെടുമെന്ന് വീണ്ടും റസൂലുള്ള പറഞ്ഞു. റജുലു സൗജത്ത, പുരുഷൻ ഭാര്യയ്ക്ക് കീഴ്പ്പെടുകയും ഭാര്യയെ അനുസരിച്ച് ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലം വരുമെന്നല്ലോ. എന്തൊരു വാക്കാണ് ഈ പറയണേ. ഒരു 10-25 കൊല്ലം മുമ്പ് ഏതെങ്കിലും ഒരു ഭർത്താവിന് ഭാര്യ അനുസരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കോ? ഇന്ന് സംഭവം തിരിച്ചായില്ലേ. ഇന്ന് ഭാര്യയുടെ ചൊൽപ്പടിക്ക് ഭർത്താവാകുന്ന കാലം വന്നിട്ടുണ്ട്. ആർക്കും സംശയമില്ല. നമ്മുടെയൊക്കെ വാപ്പമാരുടെ മുമ്പിൽ ഭാര്യമാരൊരിക്കലും, നമ്മുടെ ഉമ്മമാർ ഒരു വാക്ക് മറുവാക്ക് പോലും പറയാതെ പിതാക്കന്മാരുടെ ഭർത്താക്കന്മാരുടെ ചൊൽപ്പിടിക്ക് വഴങ്ങിയാണ്. ഇന്നലകളിൽ നമ്മുടെ സ്ത്രീകൾ, ഉദാരമതികളായ കുലീനകളായ പെണ്ണുങ്ങൾ, അവരൊക്കെ കഴിഞ്ഞിരുന്നതെങ്കിൽ അത്താ അർറജുലു സൗജത്തഹു, പുരുഷൻ ഭാര്യയ്ക്ക് കീഴ്പ്പെടുന്ന കാലം കാണുമ്പോ അത് അന്ത്യനാളാണ്. ഉമ്മയെ നോവിച്ചുകൊണ്ട്, പിന്നെന്താ, അക്ക ഉമ്മഹു, ഈ ഭാര്യയ്ക്ക് കീഴ്പ്പെടുന്നവൻ ഉമ്മയെ നോവിക്കും. റസൂലുള്ള പറയാണ്, അവസാന നാളിന് പിന്നെ വേറെ നിങ്ങൾ അടയാളങ്ങളൊന്നും കാത്തിരിക്കണ്ട. ഭാര്യയ്ക്ക് കീഴ്പ്പെടുന്നവൻ അവൻ ഉമ്മയെ വേദനിപ്പിക്കും ഭാര്യയുടെ ചൊല്ല് കേട്ടിട്ട്. അങ്ങനെ വന്നാൽ അന്ത്യനാളുണ്ട്. വീണ്ടും അതിനാ സദീഖഹു വഅഖസ അബാ, വാപ്പയെ അകറ്റിയിട്ട് ചങ്ങാതിയെ തോളത്ത് കൈയിടും, ചങ്ങാതിയുടെ തോളത്ത് കൈയിടും. വീട്ടിലിരിക്കുന്ന വാപ്പയെ തിരിഞ്ഞു നോക്കാതെ കൂട്ടുകാരുമായിട്ട് വീട്ടിന്റെ സ്വന്തം സ്വകാര്യ മുറിയിലേക്ക് കയറിപ്പോകും. ഉമ്മറത്തിരിക്കുന്ന വാപ്പയ്ക്ക് ഒരു സലാം പറയാനോ മുഖത്ത് നോക്കി ചിരിക്കാനോ കൂട്ടാക്കാത്ത മക്കളെ കാണുന്ന കാലം വന്നാൽ അത് അന്ത്യനാളിന്റെ അടയാളമാ. വദഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദ്, പള്ളികളിൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി, ശബ്ദ കോലാഹലങ്ങൾ പള്ളികളിൽ പെരുകുമ്പോൾ അത് അന്ത്യനാളിന്റെ അടയാളമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വീണ്ടും പറഞ്ഞതെന്താ, വസാറൽ ഖബീലതു ഫാസിഖഹും, കുടുംബങ്ങളെയും ഗോത്രങ്ങളുടെയും നേതൃത്വം വഹിക്കുന്നത് കൂട്ടത്തിലെ തെമ്മാടിയായിരിക്കുമെന്ന് റസൂലുള്ള പറയാൻ. അവസാന നാളാകുമ്പോ സമുദായങ്ങളുടെ നേതൃസ്ഥാനത്ത്, പണ്ടൊക്കെ നമ്മുടെ ഇടയിൽ എത്രയോ സമുദായങ്ങൾ, ആ സമുദായത്തിന്റെയൊക്കെ നേതൃസ്ഥാനത്ത് നിന്ന ആളുകളോട് ഇതര സമൂഹങ്ങൾക്കൊക്കെ ബഹുമാനായിരുന്നു. നായർ സമുദായത്തിന്റെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്ന കാലത്ത് നായർ സമുദായത്തിന്റെ നേതാവ് പണിക്കർ സാറ്, നാരായണ പണിക്കർ, അദ്ദേഹത്തോട് ആശയതലത്തിലൊക്കെ വിയോജിപ്പുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് ഒരുപാട് പരിപാടികളിൽ ഇങ്ങനെ കൂടുമായിരുന്നു. വളരെ മാന്യനാണ്, പെരുമാറ്റത്തിൽ ഇടപെടലിലും ഒക്കെ പരസ്യമായി കുത്തി നോവിക്കാതിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പുറത്ത് വേറെ താഴെ ഈഴവ സമൂഹത്തിന്റെയൊക്കെ നേതാക്കന്മാരായി നിന്ന ആളുകളൊക്കെ ഇതര സമൂഹങ്ങളുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷെ നമ്മൾ ഇന്നെന്താ കാണുന്ന, സാദൽ ഖബീലത്തെ ഫാസിഖഹും, ഒരു സമുദായത്തെ
സമൂഹത്തെ അവരിലെ തെമ്മാടി നയിക്കുന്ന കാലം വരുന്നു എന്ന് റസൂലുള്ള പറഞ്ഞത് തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ട് നേതൃസ്ഥാനത്ത് വരുന്ന ഒരു കൂട്ടത്തിലെ കൊള്ളാത്തവനായി മാറുകയും സമൂഹങ്ങൾക്കിടയിൽ ഒരുപാട് വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കപ്പെടുന്ന കാലം വരുന്നത് ഈ ലോകത്തിന് ഇനി മുന്നോട്ടില്ലെന്നുള്ളതിന്റെ സൂചനയാണെന്ന് റസൂലുള്ള. വകാന സഈമുൽ ഖൗമി അർദലഹും, സമൂഹങ്ങളുടെ നേതൃസ്ഥാനത്ത് വക്താക്കളായി വരുന്നവർ ഏറ്റവും നെറികെട്ടവനാകുന്ന കാലം. ഇതൊന്നും ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. വലഹറത്തിൽ ഖൈനാത്ത്, അങ്ങനെ ഗായികമാർ സമൂഹത്തിൽ പെരുകും. എന്തൊക്കെയാണപ്പാ റിയാലിറ്റി ഷോയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്തോരം പെണ്ണുങ്ങളാണെന്ന് പാട്ടിന്റെ രംഗം കൈയടക്കി. പണ്ടൊക്കെ ഒരു പാട്ടുകാരിയുടെ പേര് പറയാൻ കേരളം ഒട്ടിക്കെടുത്ത 2-3 ബീഗങ്ങളുണ്ടായിരുന്നു, ഒരു പാട്ടുകാരി പെണ്ണിനെ പറയാൻ. ഇന്നിപ്പോ പേര് പറഞ്ഞാൽ ഒടുങ്ങുമോ. വലഹറത്തിൽ ഖൈനാത്ത്, ഗായികമാർ പെരുകും. വൽ മആസിഫു, വാദ്യമേളങ്ങളും സംഗീതങ്ങളുമൊക്കെ. ഈ കഴിഞ്ഞ ദിവസം ഒരു ഇസ്ലാമിക സമൂഹം സംഗീതം ഹറാമല്ല, അത് ഹലാലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിസ്തരിച്ചൊരു ഫീച്ചർ എഴുതിയിരിക്കുന്നു. സംഗീതം ഹലാലാക്കി പ്രസ്താവന പുറപ്പെടുവിക്കുന്ന സമൂഹ നേതാക്കന്മാർ സമുദായത്തിൽ പോലും രംഗപ്രവേശം ചെയ്യുമെന്ന് റസൂലുള്ള പറയാണ്. മആസിഫ്, അത് പെരുകി വരും, അത് അവർ ഹലാലാക്കും. മറ്റൊരു ഹദീസിൽ കാണാം, സംഗീതത്തെയും വാദ്യമേളങ്ങളെയും ഹലാലാക്കും. പണ്ടൊക്കെ മതപ്രസംഗം നടത്തുന്നിടത്തെങ്കിലും ഈ മാപ്പിള ഈ സംഗീതമില്ലാത്ത ഉള്ള ഗാനങ്ങൾ ഇടൂലായിരുന്നു. ഇപ്പൊ മതപ്രസംഗം നടത്തിയാലും അതിന്റെ മുന്നോടിയായിട്ടിടുന്ന പാട്ട് നല്ല താളക്കൊഴുപ്പുള്ള നല്ല സുന്ദരി പെണ്ണുങ്ങളുടെ പാട്ട് തന്നെ അല്ലേ? അവിടെ ഒന്നും സംഗീതം മാറ്റി നിർത്തപ്പെടുന്നില്ല. പള്ളികൾ പോലും അതിനടിമപ്പെടുന്ന കാലം നോക്കൂ. വലഹറത്തിൽ ഖൈനാത്ത് വൽ മആസിഫ്. ഒരു 50 കൊല്ലം മുമ്പ് പള്ളിയുടെ മുറ്റത്ത് വാളടക്കുമ്പോഴത്തേന് എങ്ങാനും ഒരു മ്യൂസിക്കുള്ള പാട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തല്ലി ഓടിക്കുമായിരുന്നു. ഇല്ലെന്ന് പറയാമോ നിങ്ങൾക്ക്? മാറ്റം വന്നത് അടുത്തല്ലേ? അവസാന നാളിന്റെ സൂചനകൾ പ്രകൃതിയിൽ പ്രത്യക്ഷപ്പെടുന്നതോടൊപ്പം തന്നെ സാമൂഹിക അന്തരീക്ഷത്തിലും സദാചാര മേഖലകളിലും അത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിള്ളലുകൾ, ഈ വിള്ളലുകളെ കുറിച്ചാ അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്. സഖുലത്ത് ഫിസ് സമാവാതി വൽ അർള്, ആകാശത്തിനും ഭൂമിക്കും താങ്ങാനാവാത്തതാണത്. അത് ഉൾക്കൊള്ളാൻ അള്ളാന്റെ ആകാശത്തിന് പറ്റില്ല, അള്ളാന്റെ ഭൂമിക്കും പറ്റാത്ത സ്ഥിതിവിശേഷം വരുമ്പോ ശുരിബത്തിൽ ഖുമൂർ, ഞാൻ പെട്ടെന്നൊരു 3-4 കാര്യോടെ ഓടി പറയാ. ശുരിബത്തിൽ ഖുമൂർ, മദ്യപാനം ഇങ്ങനെ സാർവത്രികമാകുമെന്ന്. അള്ളാഹുവേ, ഒരു 10-20 കൊല്ലം മുമ്പ് പരസ്യമായി കള്ളുകുടിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നോ? അവനെ കണ്ട കള്ളുകുടിയൻ, നാട്ടിൽ ഒരു കള്ളുകുടിയനുണ്ടെങ്കിൽ അവനെ കള്ളുകുടിയനെ ആളുകൾ വിളിക്കുള്ളൂ. ഇന്നിപ്പോ കള്ളുകുടിയന്മാരാണ് പരസ്യമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പ്രകടിതമായി സംഘടിച്ചു നിൽക്കുന്ന കാഴ്ച. എല്ലാ തെരുവുകളിലും ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളുടെ മുമ്പിൽ നിരന്നു നിൽക്കുന്ന കള്ളുകുടിയന്മാർ. ഷുരിബത്തിൽ ഖുമൂർ, ഒരു 10-20 കൊല്ലത്തിനിടയിലുണ്ടായ മാറ്റം. കള്ളുകുടിക്കാൻ പരസ്യമായി ക്യൂവിൽ പോയി നിന്ന് മദ്യക്കുപ്പികൾ വാങ്ങിക്കൊണ്ടുപോയി കുടിക്കാനെന്ന് സമൂഹത്തിൽ പേരും പെരുമയുമുള്ളവനും മടിയില്ലാത്ത സ്ഥിതി വന്നത് അവസാന നാളിന്റെ സൂചനയാ. ഇതൊന്നും ചെറുക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ എന്ന് വേദനയോടുകൂടി ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് ഞാൻ പറയുകയാണ്, ഇതൊന്നും കണ്ട് ഒരുപാട് കാലം പോകേണ്ടി വരില്ല എന്നാണ് ഖുർആനും തിരുസുന്നത്തും നമ്മളോട് പറയുന്നത്. ഇത് എരിഞ്ഞടങ്ങാനുള്ള സൂചനയാണ്. റസൂലുള്ള പറയുകയാണ്, വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ, പഴയ തലമുറയെ പുതിയ തലമുറ ശപിക്കുന്ന കാലം വന്നാൽ, പഴയ തലമുറയെ പുതിയ തലമുറ നോക്കൂ. ഈ അടുത്ത കാലത്ത് ഒരു സൂഫി സമ്മേളനം ഡൽഹി നടന്നു. അതിനകത്ത് സൂഫി സമ്മേളനത്തിന്റെ വനിതാ വിങ്ങിന്റെ പ്രവർത്തകർ രംഗത്ത് വന്നിട്ട് പറയാണ്, പെണ്ണുങ്ങൾ മുഖമൊന്നും മറയ്ക്കണ്ട, തലയും മൂടണ്ട, അവരോട്ടും മറച്ചിട്ടില്ല, ഞങ്ങൾ സൂഫിയുമാണത്രേ. സൂഫിയാണെന്ന്. ആരാണപ്പ സൂഫി? സാധാരണ മുസ്ലിമോ ഒരാലിമോ ആണെങ്കിൽ പോലും സൂഫിയാകൂല. അതിനെല്ലാം അപ്പുറത്ത് ഭൗതിക സുഖാഡംബരങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞ് പണക്കൊഴുപ്പിനോടൊട്ടും ആഭിമുഖ്യമില്ലാത്ത, അള്ളാഹുവുമായിട്ട് പ്രത്യേകമായ ആത്മീയ ബന്ധം സ്ഥാപിച്ച ഭൗതിക പരിത്യാഗികൾക്ക് ഉപയോഗിക്കുന്ന പേരാണ് സൂഫി എന്നെങ്കിൽ, ഇവിടെ ഇപ്പൊ തല പോലും മറയ്ക്കാതെ കുറെ സൊസൈറ്റി ലേഡീസ് രംഗത്ത് വന്നിട്ട്, കുറെ ബ്യൂട്ടീഷ്യന്മാരും ഒക്കെ രംഗത്ത് വന്നിട്ട് ഞങ്ങളും സൂഫിയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സൂഫി പ്രസ്ഥാനത്തിന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ആണുങ്ങൾക്ക് താടി വേണ്ട, പെണ്ണുങ്ങൾക്ക് തലയിൽ മുടിയും മറയും വേണ്ട എന്ന്. അല്ലാഹു അക്ബർ. ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞവരൊക്കെ അവർ പിഴച്ചവരാണ്, അവർ കൊള്ളരുതാത്തവരാണെന്ന് പറയുന്ന തലമുറ ഒന്നൊന്നായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ആളുകളൊക്കെ സൂഫിസം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതല്ല യഥാർത്ഥ സൂഫിസം. ഞങ്ങൾ പറയുന്നതാണ്, പഴയവരെ പഴിക്കുന്നവർ ഇങ്ങനെ ഒന്നൊന്നായി രംഗത്ത് വരുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഇന്നത്തെ വാർത്തയാണിതെങ്കിൽ നാളെ പുതിയ വാർത്ത വരും, നാളെ കഴിഞ്ഞ് വേറെ വരും. റസൂലുള്ളാഹി അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ വരുന്ന കാഴ്ച കണ്ടാൽ ഫർതഖിബൂ ഇൻദ ദാലിക റീഹന ഹംറാ,
പ്രകൃതിയിൽ പൊതുമുതലിൽ അഴിമതി, സാമ്പത്തിക രംഗത്ത് ക്രയവിക്രയങ്ങളിലെ കെടുമതികൾ, അത് നിങ്ങൾ കാണുന്ന കാഴ്ച കണ്ടാൽ, അതുപോലെ തന്നെ സദാചാര രംഗം മലിനമാകുന്ന കാഴ്ച കണ്ടാൽ, അതുപോലെ തന്നെ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം നിങ്ങൾ കാണേണ്ടി വന്നാൽ, പുതിയ തലമുറ പഴയ തലമുറ കൊള്ളരുതാത്തവരാണെന്ന് വിളിച്ചു പറയുന്ന കാലം വന്നാൽ, അത് ലോകത്തിന് താങ്ങാനാവാത്ത ആഘാതമാണത്. അത് ഭൂമിക്ക് താങ്ങാനാവാത്തതാണത്. അത് ആകാശത്തിന് താങ്ങാനാവാത്തതാണ്. അതിന്റെ ആഘാതം എന്തെന്നല്ലേ? അന്ന് തൊലി പൊളിയുന്ന തീക്കാറ്റിനെ നിങ്ങൾ കാത്തിരുന്നുകൊള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. തൊലി പൊളിയുന്ന തീക്കാറ്റ് കാത്തിരുന്നോളാൻ റസൂലുള്ളാഹി പറയാണ്. ഓർത്തോ നിങ്ങൾ, 40 ഡിഗ്രിയിലെത്തി. പാലക്കാട് 41 എന്ന് പറയുന്നു. നമ്മൾ തെക്കൻ കേരളം സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത 38, 39 എത്തി നിൽക്കുകയാണ്. 41 എത്തിയാൽ സൂര്യാഘാതം ഉറപ്പാ. 41 പാലക്കാട്ട് വന്നപ്പോഴാണ് നേരത്തെ സൂര്യാഘാതം ഉണ്ടായത്. തെക്കോട്ടും ആഘാതം വരുന്നു എന്ന്. തൊലി പൊളിയുന്ന തീക്കാറ്റ് നിങ്ങൾക്കിടയിൽ വീശിയടിക്കുന്ന കാലം വരുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതിന്റെ പേരാണ് ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്. ലോകം സങ്കടപ്പെടുന്നതും അതിന്റെ പേരിലാണ്. അത് വരുമെന്ന് റസൂലുള്ളാഹി പറയാൻ. ഇതിനപ്പുറത്ത് എന്താ പറഞ്ഞു തരണ്ടേ? ഇത് ഇന്നത്തെ ഹദീദല്ല. ഇത് ഞാൻ കുറിച്ചെടുത്തുകൊണ്ട് വന്ന ഹദീദിന്റെ കിതാബിന് തന്നെ 50 വർഷത്തെ പഴക്കമുണ്ട്. നമ്മുടെ കയ്യിരിക്കുന്ന കിതാബിന് തന്നെ ഉണ്ട് അത്രയും വർഷത്തെ പഴക്കം. അന്നൊന്നും ഇതില്ല, പക്ഷെ ഇതിന്നുണ്ടായി. എന്താണ് അതിന്റെ അർത്ഥം? ഇത് സംഭവിക്കുമെന്ന്. എന്ന് മാത്രമല്ല റസൂലുള്ളാഹി പറയാ, ഈ കാറ്റ് മാത്രം സൽസല, കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെ ഞാൻ ഓർക്കുകയാണ്, 25 കൊല്ലം മുമ്പ് ഒരു ഭൂകമ്പം കാണാൻ കൊതിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ പേടിയാണ്. കാരണം ഇവിടെ ഇപ്പൊ ഈ നിമിഷം ചിലപ്പോൾ ഇവിടെ കുലുങ്ങിയെന്ന് വരും. കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ, സൽസലത്തൻ വഖസ്ഫൻ. വീണ്ടും റസൂലുള്ളാഹി പറയുകയാണ്, വിള്ളൽ ഭൂമിക്കുണ്ടാകും. വിള്ളൽ കണ്ടില്ലേ? ഭൗമസ്ഫോടനം കൊണ്ട് വിള്ളൽ ഉണ്ടായി. ഇന്നലത്തെ വാർത്തയാണ്. ഖസ്ഫ് വഖസഫനാ ബിഹി വബിദാരി. ഖാറൂൻ അല്ലാഹു തആല ഭൂമി വിണ്ടുകീറിയിട്ട് വിഴുങ്ങിയെന്ന് ഖുർആൻ പറഞ്ഞ അതേ പ്രയോഗം. വഖസഫ്, വിള്ളലുണ്ടാകും ഭൂമിക്കെന്ന്. വിള്ളലുണ്ടാകുന്ന എങ്ങനെയാ? ഭൗമസ്ഫോടനം ഉണ്ടായിട്ടാകാം, ഉണ്ടാകാതെയാകാം. എവിടെ? നോക്കിയിരിക്കുമ്പോൾ കിണറില്ലാത്തടത്ത് കിണറുണ്ടാകുന്നു. നോക്കിയിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കിണർ മൂടിപ്പോകുന്നു. പുതിയ പുതിയ പ്രവണതകൾ. വഖസുഫൻ വമസുഖൻ, മനുഷ്യന്റെ കോലം മാറിപ്പോകുന്ന കാഴ്ച കാണും നിങ്ങളെന്ന് റസൂലുള്ളാഹി പറയാണ്. അവസാനിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അടുത്തെന്നറിയോ? വഖദുഫൻ, ഷെൽ വർഷങ്ങൾ കാണാം. ആകാശത്ത് നിന്ന് ഇങ്ങനെ പലതരം വിക്ഷേപങ്ങൾ തലയ്ക്ക് മുകളിലൂടെ വന്നിറങ്ങും. ഖദുഫൻ, ഷെൽ വർഷങ്ങൾ, മിസൈൽ വർഷങ്ങൾ. ആകാശത്ത് നിന്ന് മഴ ചൊരിയുന്നത് പോലെ ഖദുഫ് വർഷങ്ങൾ, ആകാശം ഷെൽ വർഷം നടത്തും. അക്കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അതെന്തിന്റെ സൂചനയാണ്? അത് അവസാനത്തിന്റെ സൂചനയാണ്. നിങ്ങൾ കരുതണ്ട ഇത് ആദ്യമാണ് എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാത്രം ഇത് കാണാൻ വിധിക്കപ്പെട്ടവരാണ്, ഞങ്ങൾ ന്യൂ ജനറേഷനാണ് എന്ന്. ഇല്ല, ഒരുപക്ഷെ നിങ്ങൾ ലാസ്റ്റ് ജനറേഷൻ കൂടിയായിരിക്കാം, ന്യൂ ജനറേഷൻ ആയതുപോലെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു തആല എന്തുമാകട്ടെ, ഈ ഭീകരതകൾക്കിടയിൽ, ഈ കരാളതകൾക്കിടയിൽ പെട്ടുഴലുന്ന മാനവരാശിക്ക് ഹദീസിന്റെയും ഖുർആനിന്റെയും സൂചനകൾ കൊണ്ട് വെളിച്ചം പകർന്നു കൊടുക്കാൻ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഇസ്ലാമിക വെളിച്ചത്തിന്റെ തീജ്വാല കൊളുത്തിവെക്കാൻ നമുക്കൊക്കെ കഴിയും. നമുക്കേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല. അത് ഖുർആൻ പഠിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണ്, അത് ഹദീസ് പഠിക്കുന്നവർക്ക് അവകാശപ്പെട്ടതാണ്. ഈ അറിവുകൾ മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന വിപ്ലവങ്ങൾ, ഇറാഖിന്റെ ഉപരോധത്തെക്കുറിച്ച്, സിറിയയുടെ ഉപരോധത്തെക്കുറിച്ചൊക്കെയുള്ള ഹദീസുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ ഇങ്ങനെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞ അവസാനത്തെ വാക്ക് നിങ്ങൾ കേട്ടോളിൻ, ആയാത്തിൻ തത്താബഉ. ഇതൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തുടരെയായിരിക്കും, ഇടമുറിയാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒന്നൊന്നായിട്ട്. ഇപ്പൊ അങ്ങനെയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെയുള്ള പോലെ ഓരോ ദിവസവും പുത്തൻ വാർത്തയാണ്. ഓരോരുത്തർ പറയാണ് ഇസ്ലാമിന്റെ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രസ്ഥാനങ്ങളെയൊക്കെ നിലവിളക്ക് കൊളുത്താം. പറയണ ഉലമാക്കളല്ല, ദീനുമായ ഒരു പുലബന്ധം പോലും ഇല്ലാത്തവർ, പഴമക്കാർക്ക് വിവരമില്ല, അവരെ ശപിക്കുന്നു. പുതിയ തലമുറ അവനെന്താ ഖുർആൻ പഠിച്ചോ, അവനെന്താ ഹദീസ് പഠിച്ചോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും പറയുന്നു നിലവിളക്ക് കൊളുത്താം, അത്തപ്പൂക്കളം ഇടണം, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ അങ്ങനാണ്. അറബിവൽക്കരണം വേണ്ട. അന്നിപ്പോ പുതിയ ഒരാളത് എന്താണ് അറബിവൽക്കരണം വേണ്ട എന്ന് കേരളത്തിലെ ഒരു ഇസ്ലാമിക് മുസ്ലിം വിദ്യാഭ്യാസ സൊസൈറ്റി, ഒരു കോർപ്പറേറ്റ് ഭരണ മേധാവി അദ്ദേഹം പറയുകയാണ്, കേരളത്തിലെ അറബിവൽക്കരണം അവസാനിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അറബിവൽക്കരണം എന്ന് പറഞ്ഞാൽ അയാളുടെ പേര് തന്നെ അറബി പേരാണ്. അപ്പൊ അയാൾ ആദ്യം നിർത്തേണ്ടത്, മാറ്റേണ്ടത് അയാളുടെ പേരാണ്. അറബിവൽക്കരണം, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഈ പരിശുദ്ധമായ മതം അറബിവൽകൃതമായ ഇസ്ലാമാണ്.
അയാളുടെ പ്രസ്ഥാനത്തിന്റെ പേര് മുസ്ലിം എന്ന് ചേർത്തിട്ട് അതിലും അറബിവൽക്കരണമുണ്ട്. കേരളത്തിൽ അറബിവൽക്കരണം വരുന്നുവെന്ന് തുർക്കിയിൽ കമാൽ പാഷ അറബിവൽക്കരണം ഒഴിവാക്കിക്കൊണ്ട് നടപ്പിൽ വരുത്തിയ അതേ അട്ടിമറി നടത്താൻ കേരളത്തിൽ അറിയപ്പെട്ട ആളുകൾ 1, 2, 3 എണ്ണിപ്പറയാം, പേര് പറയാം, അത്തരത്തിൽ ഓരോരുത്തർ രംഗത്ത് വരികയാണ്. തായാത്തിൻ തത്താബിഉ, ഇങ്ങനെ നമുക്ക് കേട്ടാൽ നടുങ്ങുന്ന അനുഭവങ്ങളും വർത്തമാനങ്ങളുമായി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ കൺമുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ അത് കൊള്ളാം, തരക്കേടില്ലല്ലോ, പുത്തനാശയമല്ലേ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കണ്ട. മറിച്ച് അത് അവസാനത്തിന്റെ അടയാളമാണ്, തീക്കാറ്റിനെ മാടി വിളിക്കുന്നതാണതെന്ന് നിങ്ങൾ അറിയണമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഉദാഹരണം പറഞ്ഞത് എന്നാണ്. അതായത് ഞെറ്ററ്റ ചരടറ്റ മുത്തുമാലയിൽ നിന്ന് മുത്തിന്റെ മണികൾ ഉതിർന്നു വീഴുന്നത് പോലെയാണ് പിന്നെ പിന്നെ കാര്യങ്ങൾ സംഭവിക്കുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പിന്നെ ദജ്ജാൽ വരവും ഈസാ നബി വരവും ഒക്കെ വളരെ വൈകാതെ ഇവിടെ സംഭവിക്കാനുള്ള കളമൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദജ്ജാൽ വരുമ്പോൾ അതിന്റെ അനുയായികൾ ഒരുപാടുണ്ടാകണമല്ലോ. ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒപ്പീനിയൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെ സൊസൈറ്റി ലേഡീസ് സൂഫിയാവുകയും അതുപോലെ തന്നെ അറബിവൽക്കരണം വേണ്ടെന്ന് പറയുന്നവൻ സമുദായ നേതാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിപൽക്കര പ്രവണതകൾ അന്ത്യനാളിന്റെ അടയാളമാണെന്ന് സൂചിപ്പിക്കുന്ന ഖുർആനിന്റെ ആയത്തിന്റെ ഹദീസുകളുടെ ഏതാനും ചില സൂചനകൾ മാത്രമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞാൻ സൂചിപ്പിച്ചത്. ഇതൊരു വിശദമായ വിഷയമാണ്. വിശദമായ വലിയ അടയാളങ്ങൾ അടക്കമുള്ള വിശദമായ ചർച്ചകൾ ഇൻഷാ അല്ലാഹ് നാമൊക്കെ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം നാം ജീവിക്കുന്ന കാലഘട്ടം ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബഹുമാനപ്പെട്ട അടുത്ത പ്രഭാഷകനായ ഹുദവി ഉസ്താദ് എത്തിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയും നീട്ടുന്നത് അനുചിതമായതുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമൊക്കെ നമുക്ക് നമ്മുടെ ഈമാനികമായ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും അല്ലാഹുവിന് തൃപ്തിപ്പെട്ട ഒരു ജീവിതം ഈ ഭൂമിയിൽ ഇനിയുള്ള ഭാവിയിൽ കാഴ്ചവെക്കുന്നതിന് നമുക്കൊക്കെ സഹായകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി